നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം സെക്കൻഡ് സെമ്മിലെ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന സബ്ജക്റ്റാണ്. അപ്പോൾ അതിലെ കുറേ മൊഡ്യൂൾസുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് എടുത്തു കഴിഞ്ഞു. ഇന്ന് എടുക്കാൻ പോകുന്ന സെക്കൻഡ് മൊഡ്യൂളിൽ തന്നെ 2D എന്ന് പറയുന്നൊരു മൊഡ്യൂളാണ്. അത് മറ്റൊന്നല്ല, കപ്പാസിറ്റി ടു കോൺട്രാക്ട്. ഇപ്പോൾ കപ്പാസിറ്റി ടു കോൺട്രാക്ട് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ രീതിയിൽ എസെൻഷ്യൽ എലമെൻറ്റ്സ് പഠിച്ചപ്പോൾ അതിനകത്തൊരു പോയിൻ്റായിട്ട് പറഞ്ഞിരുന്നു. അതെന്താണ് ഈ കപ്പാസിറ്റി ടു കോൺട്രാക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കപ്പാസിറ്റി ടു കോൺട്രാക്റ്റിൻ്റെ മീനിങ്ങും അതിൻ്റെ ഡെഫിനിഷനും നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് അതിൻ്റെ മീനിങ് ആണ്. ഇവിടെ കപ്പാസിറ്റി ടു കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പം നമുക്കറിയാം, ഒരു കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ ഉണ്ടായിരിക്കണം. നമ്മൾ എസെൻഷ്യൽ എലമെൻറ്റ്സിനകത്ത് പഠിച്ചിരുന്നു. അപ്പോൾ ആ രണ്ട് വ്യക്തികൾ എങ്ങനെയായിരിക്കണം, അവരുടെ കോമ്പിറ്റൻസി അല്ലെങ്കിൽ യോഗ്യത എന്താണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എങ്ങനത്തെ വ്യക്തികളായിരിക്കണം, ആർക്കൊക്കെ ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം, ആരൊക്കെ തമ്മിൽ കോൺട്രാക്ട് നടത്തുമ്പോഴാണ് ആ കോൺട്രാക്ട് വാലിഡ് ആവുന്നത്, തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. അപ്പം ഇതിൻ്റെ മീനിങ്, കപ്പാസിറ്റി ടു കോൺട്രാക്റ്റിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: കോമ്പിറ്റൻസ് ഓർ കേപ്പബിലിറ്റി ഓഫ് ദി പാർട്ടീസ് ടു എ വാലിഡ് കോൺട്രാക്ട്. ഒരു വാലിഡ് കോൺട്രാക്ട് അല്ലെങ്കിൽ നിയമം അംഗീകരിക്കുന്ന ഒരു കോൺട്രാക്റ്റിൽ ഉള്ള വ്യക്തികൾ എങ്ങനെയായിരിക്കണം, അവരുടെ യോഗ്യത, കോമ്പിറ്റൻസി എന്ന് ഉദ്ദേശിക്കുന്നത് യോഗ്യതയാണ്, അല്ലെങ്കിൽ അവരുടെ കേപ്പബിലിറ്റീസ്, എങ്ങനെയുള്ള വ്യക്തികളായിരിക്കണം ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഡെഫിനിഷനാണ്. ഇപ്പോൾ ടെക്സ്റ്റിൽ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കപ്പാസിറ്റി ടു കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് സെക്ഷൻ 11 ആണ്. നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിലെ സെക്ഷൻ 11-നകത്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. എവരി പേഴ്സൺ ഈസ് കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട്. ഏതൊരു വ്യക്തിയും ഒരു കോൺട്രാക്റ്റിൽ വരാൻ യോഗ്യനാണ്. അത് എങ്ങനത്തെ വ്യക്തികളായിരിക്കണം? ഹൂ ഈസ് ഓഫ് ദി ഏജ് ഓഫ് ദി മെജോറിറ്റി. നമുക്കറിയാം, ഒരു വ്യക്തി മേജർ ആവുന്നത് 18 വയസ്സാകുമ്പോഴാണ്. അപ്പം 18 വയസ്സോ അതിൽ കൂടുതലോ ഉള്ള മേജറിന്, അതായത് മെജോറിറ്റി ഏജ് ഉള്ള ഒരു വ്യക്തിക്ക് എന്താവാം, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു ദ ലോ ടു വിച്ച് ഹി ഈസ് സബ്ജക്റ്റ് ആൻഡ് ഹൂ ഈസ് ഓഫ് സൗണ്ട് മൈൻഡ്. നിയമപ്രകാരം പറയുന്നത് ആ വ്യക്തിക്ക് സൗണ്ട് മൈൻഡ് ഉണ്ടായിരിക്കണം. അതായത് മാനസിക രോഗമോ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളോ ഒന്നുമുള്ള വ്യക്തികളായിരിക്കരുത്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ മാനസികമായിട്ട് പ്രശ്നമുള്ളവരെയൊക്കെ നമ്മൾ അൺസൗണ്ട് മൈൻഡഡ് പേഴ്സൺ എന്നാണ് പറയുന്നത്. ഇവിടെ സൗണ്ട് മൈൻഡ് ആയിരിക്കണം, അതായത് യാതൊരു തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളൊന്നുമുള്ള വ്യക്തികളായിരിക്കരുത്. Then and is not disqualified from contracting by any law to which he is subject. അതുപോലെ തന്നെ നിയമപരമായിട്ട് യാതൊരു ഡിസ്ക്വാളിഫിക്കേഷനും ഉള്ള വ്യക്തികളായിരിക്കരുത്. വല്ല കേസിൽ പെട്ടതോ അല്ലെങ്കിൽ നിയമപരമായിട്ടും കോൺട്രാക്റ്റിലൊക്കെ ഏർപ്പെടാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകളൊന്നും ആയിരിക്കരുത്. ഇതൊന്നും അല്ലാത്ത അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഏതൊരു വ്യക്തിക്കും എന്താവാൻ പറ്റും, കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഡെഫിനേഷനകത്ത് പറയുന്നത്. ഇതായിരിക്കണം, ഏജ് ഓഫ് മെജോറിറ്റി ഉള്ള വ്യക്തികളായിരിക്കണം, അതുപോലെ തന്നെ സൗണ്ട് മൈൻഡഡ് പേഴ്സൺ ആയിരിക്കണം. ദെൻ മറ്റ് നിയമപ്രകാരം മറ്റ് പ്രശ്നങ്ങളോ കേസുകളോ ഒന്നും ഉള്ള അല്ലെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷനുള്ള വ്യക്തികളാവാൻ പാടില്ല. ഇവരെല്ലാം നമ്മൾ കോമ്പിറ്റന്റ് പേഴ്സൺ എന്ന് പറയുന്നത്. ദെൻ ഇനി നമുക്ക് ഈ ഡെഫിനിഷൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ വ്യക്തികളാണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടത് എന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, മെജോറിറ്റി പേഴ്സൺ പറഞ്ഞു, സൗണ്ട് പേഴ്സൺ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ ഈ മെജോറിറ്റി അല്ലാത്ത വ്യക്തികളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ എന്ത് പ്രശ്നം വരും, തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പം നമുക്കിനി ആ ഡെഫിനിഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏതൊക്കെ വ്യക്തികളാണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുന്നത് എന്ന് നമുക്ക് ഓരോ വ്യക്തികളായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നോക്കിയാൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പേഴ്സൺസ് കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട്, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുന്ന വ്യക്തികൾ. ഫസ്റ്റ് വൺ, എ മേജർ. നമ്മൾ ഡെഫിനിഷനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഏജ് ഓഫ് മെജോറിറ്റി ഉള്ള വ്യക്തികൾക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് വ്യക്തികളെ മേജർ എന്ന് പറയാം. അപ്പം മേജർ എന്ന് പറയുമ്പോൾ എന്താണ്, 18 വയസ്സ് പൂർത്തിയായ ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ പറ്റും, കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് സാധിക്കും. ദെൻ രണ്ടാമത് പറയുന്നത് പേഴ്സൺസ് ഓഫ് സൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ യാതൊരു മാനസികമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, നല്ല യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത വ്യക്തികൾ. ചിലർക്കുണ്ടല്ലോ മാനസികമായിട്ട് മാനസിക രോഗമുള്ള വ്യക്തികളൊക്കെ കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്നും കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധ്യതയില്ല. കാരണം അവർ ബോധ മനസ്സൊന്നും ആയിരിക്കത്തില്ല, ചിലപ്പോൾ ഇപ്പോൾ പറയുന്ന ആരും ആയിരിക്കത്തില്ല, പിന്നെ പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള വ്യക്തികൾക്ക് ഒരിക്കലും കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കത്തില്ല. ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് പേഴ്സൺസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്ടിങ് ബൈ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, നിയമപരമായിട്ട് യാതൊരു ഡിസ്ക്വാളിഫിക്കേഷനും ഇല്ലാത്ത വ്യക്തികൾ, നോട്ട് ഡിസ്ക്വാളിഫൈഡ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നിയമത്തിൻ്റെ മുന്നിൽ എന്തെങ്കിലും കൊലപാതകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പിടിച്ചു പറയുകയോ അങ്ങനെയുള്ള കേസുകളൊന്നും നിലവിലില്ലാത്ത വ്യക്തികളാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റും. അപ്പോൾ ഈ 3 തരത്തിലുള്ള ആൾക്കാരാണ് കോമ്പിറ്റന്റ് പേഴ്സൺ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, എ മേജർ, ദെൻ പേഴ്സൺസ് നോട്ട്
persons of sound mind, then persons not disqualified from contracting by law. നിയമപരമായിട്ട് ഡിസ്ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത വ്യക്തികൾ. അപ്പം ഈ 3 വ്യക്തികളെ നിർത്തിക്കൊണ്ട് തന്നെ നമുക്കിപ്പോൾ ആരൊക്കെയാണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റാത്തത്, നോട്ട് കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആരൊക്കെയാണെന്ന് നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് എന്താണ് ഇവിടെ പേഴ്സൺസ് കോമ്പിറ്റൻ്റ് എ മേജർ എന്ന് പറയുന്നെങ്കിൽ പേഴ്സൺസ് കോമ്പിറ്റൻ്റ് അല്ലാത്ത അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റാത്ത വ്യക്തി ആരായിരിക്കും? മൈനർ ആയിരിക്കും അല്ലെ. മേജറിന് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുമെങ്കിൽ സ്വാഭാവികമായിട്ടും മൈനറിന് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. ദെൻ പേഴ്സൺസ് ഓഫ് സൗണ്ട് മൈൻഡ്, അതായത് മാനസികമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത വ്യക്തിക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുമെങ്കിൽ പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. ദെൻ ഇവിടെ പേഴ്സൺസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്ടിങ് ബൈ ലോ എന്ന അതായത് നിയമപരമായിട്ട് ഡിസ്ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത വ്യക്തികൾക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. അങ്ങനെയാണെങ്കിൽ പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ്, അതായത് നിയമപരമായിട്ട് ഡിസ്ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തിയാണെങ്കിൽ അയാൾക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പേഴ്സൺസ് നോട്ട് കോമ്പിറ്റന്റ് ടു കോൺട്രാക്ട് എന്തൊക്കെയാണെന്ന് പറയാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് നമുക്ക് അത് നോക്കാം. അപ്പോൾ നമുക്കിനി പേഴ്സൺസ് നോട്ട് കോമ്പിറ്റന്റ് ടു കോൺട്രാക്ട് ആരൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞിരുന്നു ഫസ്റ്റ് എന്താണ്? മൈനേഴ്സ് ആണ്. അപ്പോൾ ആദ്യം എന്താണ് മൈനർ എന്നുള്ളത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും എവിടെയാണ് മൈനറിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഇന്ത്യൻ മജോറിറ്റി ആക്ട് 1875 ആരാണ് മൈനർ അല്ലെങ്കിൽ ആരൊക്കെയാണ് മൈനറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ മജോറിറ്റി ആക്ട് 1875 പറയുന്നുണ്ട് 18 വയസ്സ് പൂർത്തിയാകാത്ത ഏതൊരു വ്യക്തിയെ നമുക്ക് എന്തെന്ന് പറയാം? മൈനർ എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എ മൈനർ ഈസ് എ പേഴ്സൺ ഹു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് 18 ഇയേഴ്സ് ഓഫ് ഏജ്. 18 വയസ്സ് കംപ്ലീറ്റ് ആവാത്ത പൂർത്തിയാവാത്ത ഏതൊരു വ്യക്തിയെയും നമുക്ക് എന്തെന്ന് പറയാം? മൈനർ എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മൈനർ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല? കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കും. സോ മൈനർ ഈസ് നോട്ട് കോമ്പിറ്റന്റ് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് ഒരു മൈനറിന് സാധിക്കുന്നതല്ല. ഇനി അഥവാ ഒരു മൈനറുമായിട്ട് നമ്മൾ അറിയാതെ ഒരു മൈനറുമായിട്ട് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണെന്നാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഒരു മൈനറുമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയായിരിക്കും, എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ നോക്കിയാൽ ചില കേസിൽ നമ്മൾ അറിയാതെ ഒരു വ്യക്തി മൈനർ ആയിരിക്കുന്ന ഒരു വ്യക്തി മേജർ ആണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചൊക്കെ ചിലപ്പോൾ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടാം. അപ്പം നമ്മളിപ്പോൾ അറിയാതെ ഒരു മൈനറുമായിട്ട് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എപ്പോഴായാലും നമ്മളൊരു മൈനറുമായിട്ട് എഗ്രിമെൻറ്റ് ഏർപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മൈനർ എഗ്രിമെൻറ്റ് നമ്മുടെ മുന്നിലോട്ട് വെക്കുകയാണെങ്കിൽ ആ എഗ്രിമെൻറ്റ് തുടക്കം മുതലേ എന്തായിരിക്കും? വോയിഡ് ആയിരിക്കും. അത് ആദ്യം തന്നെ മനസ്സിലാക്കും. ഒരിക്കലും ഒരു മൈനറുമായിട്ട് ഉള്ള ഒരു എഗ്രിമെൻറ്റ് വാലിഡ് അല്ല. നിയമത്തിൻ്റെ മുന്നിൽ ആ എഗ്രിമെൻറ്റ് എപ്പോഴും വോയിഡ് ആയിരിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. An agreement by or with a minor is void ab initio. അപ്പോൾ ഇവിടെ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു വാക്കാണ് അബ് ഇനിഷ്യോ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അറ്റ് ദ ബിഗിനിങ് ആണ്. അതായത് തുടക്കത്തിൽ തന്നെ ആ എഗ്രിമെൻറ്റ് എപ്പോഴാണോ തുടങ്ങുന്നത് അപ്പോൾ തന്നെ ആ എഗ്രിമെൻറ്റിനെ നമ്മൾ എന്തായിട്ട് മാറ്റും? വോയിഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നിയമത്തിൻ്റെ മുന്നിൽ ആ എഗ്രിമെൻറ്റ് വോയിഡ് ആണ്, വാല്യൂ ഇല്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ടെക്സ്റ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. An agreement with a minor is void ab initio, that is absolutely void from the very beginning. അതായത് തുടക്കം മുതലേ ആ എഗ്രിമെൻറ്റ് നമുക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ അത് എന്താണ്? വോയിഡ് ആയിട്ട് മാറുകയാണ്. An agreement with a minor does not create any legal rights and obligation between the parties to the contract. ഒരു മൈനറുമായിട്ട് നമ്മൾ ഏർപ്പെടുന്ന ആ കോൺട്രാക്റ്റിന് നിയമപരമായിട്ട് യാതൊരു അവകാശങ്ങളോ യാതൊരു ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നതായിട്ട് അല്ല. ആൻഡ് ദസ് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ. അതുകൊണ്ട് തന്നെ നിയമം ഒരിക്കലും ആ ഒരു എഗ്രിമെൻറ്റ് അംഗീകരിക്കത്തുമില്ല. അപ്പോൾ ഒരു മൈനറുമായിട്ട് നമ്മളുടെ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയും ആ എഗ്രിമെൻറ്റ് കൊണ്ട് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്ന് നമ്മൾ നിയമത്തിൻ്റെ സഹായം തേടിയാലും നിയമത്തിന് മുന്നിൽ ആ എഗ്രിമെൻറ്റിന് വാല്യൂ ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റിന് നിയമം യാതൊരു ലീഗൽ റൈറ്റ്സോ ഒബ്ലിഗേഷനോ ഒന്നും തന്നെ തരുന്നതും ആയിരിക്കത്തില്ല. അതാണ് ഫസ്റ്റ് പോയിന്റിനകത്ത് പറയുന്നത്. ദെൻ ഇവിടെ നമുക്കൊരു കേസ് സ്റ്റഡി പറയുന്നുണ്ട്. അപ്പം പലരും ചോദിച്ചിട്ടുണ്ട് കേസ് സ്റ്റഡീസുകൾ പഠിക്കണമെന്ന്. അപ്പം കേസ് സ്റ്റഡി പഠിക്കണ്ട, പക്ഷേ ഓരോ കേസ് സ്റ്റഡീസും എന്താണെന്ന് അറിഞ്ഞ് വെച്ചിട്ട് നമ്മൾ അത് എന്ത് പോയിന്റുമായി ബന്ധപ്പെട്ടതാണെന്ന് എഴുതാൻ അറിയണം. കാരണം എക്സാമിന് കേസ് സ്റ്റഡി തന്നിട്ട് ഇത് ഏത് സിറ്റുവേഷനാണ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ അറിയണം. അതുകൊണ്ട് പൂർണ്ണമായിട്ടും കേസ് സ്റ്റഡി അവോയ്ഡ് ചെയ്യേണ്ട. നമ്മൾ ജസ്റ്റ് അത് വായിച്ചിട്ട് അത് ഏത് സന്ദർഭവുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ദെൻ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് നോ എസ്റ്റോപ്പൽ എഗെയിൻസ്റ്റ് മൈനർ. ഇവിടെ എസ്റ്റോപ്പൽ എന്ന് പറയുന്ന വാക്കിനർത്ഥം നമുക്ക് നമ്മുടെ അവകാശങ്ങളുണ്ടല്ലോ ആ അവകാശങ്ങളെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രിവെൻഷൻ ഓഫ് എ ക്ലെയിം ആണ്.
ഇപ്പം ഏതൊരു വ്യക്തിക്കായാലും അയാളുടെ അവകാശങ്ങളെ പ്രിവെന്റ് ചെയ്യും, തടസ്സങ്ങളുണ്ടാവും. പക്ഷെ ഒരു മൈനറിനെ സംബന്ധിച്ച് എസ്റ്റോപ്പൽ ഒന്നും തന്നെ ഇല്ല. അതായത് ഒരു മൈനർ ആണെങ്കിൽ ആ മൈനോറിറ്റി എന്ന് പറയുന്ന അയാളുടെ അവകാശത്തെ അയാൾക്ക് മറ്റുള്ളവർ എന്ത് ചെയ്യാൻ പറ്റും, തടയാനായിട്ട് സാധിക്കത്തില്ല എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് കൂടുതൽ വ്യക്തമാക്കാം. ഇവിടെ പറയുന്നത്, ഇപ്പോൾ ഒരു മൈനർ അയാൾ മേജർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുകയാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെ വരുന്ന സമയത്ത് ആ വ്യക്തി ഇയാൾ മൈനർ ആണ് എന്ന് തിരിച്ചറിയുകയും ഇയാൾക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ മൈനറിന് പറയാം, ഞാൻ മൈനർ ആണ്, അതുകൊണ്ട് ആ ഒരു കൺസിഡറേഷൻ തരണം എന്നുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യാം. അയാൾക്ക് മൈനർ ആണെന്നുള്ള കൺസിഡറേഷൻ നിയമം അയാൾക്ക് കൊടുക്കുകയും ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് ദർ ഈസ് നോ സച്ച് എസ്റ്റോപ്പൽ എഗെയിൻസ്റ്റ് ദി മൈനർ. ഒരു മൈനറിനെ സംബന്ധിച്ച് അയാളുടെ ക്ലെയിമുകൾ, അയാളുടെ അവകാശങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നതല്ല. അതായത് വെൻ എ മൈനർ ഫ്രോഡുലൻ്റ് എൻ്റർ ഇൻ എ കോൺട്രാക്ട്, ഫ്രോഡുലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരാളെ തെറ്റിദ്ധരിപ്പിച്ചൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ, അയാൾ മേജർ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പം ഇൻ റിയാലിറ്റി അയാൾ എന്താണ്, മൈനറാണ്. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ പിന്നീട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുരക്ഷയ്ക്കായിട്ട് അയാൾ മൈനറാണ് എന്നുള്ള കാര്യങ്ങൾ കോടതിയെ അറിയിച്ചിട്ട് കോടതിയിൽ നിന്ന് അയാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എന്തെങ്കിലും അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിൽ നിന്നും ഒരിക്കലും ഒരു മൈനറിനെ ആർക്കും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ അല്ലാത്ത കേസിൽ മേജറിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഒരു മൈനറിനെ സംബന്ധിച്ച് അയാൾക്ക് എന്തുണ്ട്, ഒരുപാട് ഇളവുകൾ അല്ലെങ്കിൽ മൈനർ ആണ് എന്നുള്ള ഇളവുകളെല്ലാം തന്നെ ലഭിക്കുന്നതാണ്. അതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. ദെൻ അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എക്സാമ്പിൾ പറയുമ്പോൾ കൂടുതൽ വ്യക്തം. അതായത് ഇവിടെ ടെക്സ്റ്റിൽ പറയുന്നത്, എ എന്ന് പറയുന്ന ഒരു മൈനർ അയാൾ 2 ലക്ഷം രൂപ ബി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും കടം വാങ്ങി. അപ്പോൾ ഈ കടം വാങ്ങുന്ന സമയത്ത് എ എന്ന് പറയുന്ന വ്യക്തി മൈനർ ആണ് എന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ടാണ് കടം വാങ്ങിയത്. പിന്നീട് ഇത് എന്താണ്, എ പൈസ തിരിച്ചു കൊടുക്കാനായിട്ട് വിസമ്മതിക്കുകയും ബി എന്ന് പറയുന്ന വ്യക്തി എക്കെതിരെ കോടതിയിൽ കേസ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ എ ഉടനെ കോടതിയെ സമീപിച്ചിട്ട് അയാൾ മൈനറാണ്, പണം കടം വാങ്ങിയ സമയത്ത് മൈനറാണ് എന്നുള്ള കാര്യം കോടതിയെ അറിയിക്കുകയും, അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ ഒരു എഗ്രിമെൻ്റ് എന്തായിരിക്കും, വോയിഡ് ആണല്ലോ, തുടക്കത്തിൽ തന്നെ വോയിഡ് ആണ് എന്ന് നിശ്ചയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എക്ക് മൈനർ ആണ് എന്നുള്ള ആ ഒരു ബെനഫിറ്റ് കോടതി കൊടുക്കുകയും ചെയ്തത്. എക്ക് മൈനോറിറ്റി ആയതുകൊണ്ട് തന്നെ ആ കേസിൽ ഒരുപാട് ഇളവുകൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പം അവിടെ എന്താണ്, അപ്പം എസ്റ്റോപ്പൽ അല്ലെങ്കിൽ അയാളുടെ അവകാശത്തെ അവിടെ തടഞ്ഞില്ല. അതാണ് ഇവിടെ നോ എസ്റ്റോപ്പൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്ത പറയുന്നത് നോ റാറ്റിഫിക്കേഷൻ. റാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന വാക്കിനർത്ഥം അംഗീകാരമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, മൈനർ ആയിട്ടിരിക്കുമ്പോൾ ഏർപ്പെടുന്ന ഒരു കോൺട്രാക്റ്റ്, ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തി, അയാൾക്ക് 17 വയസ്സ് മാത്രമുള്ളൊരു വ്യക്തി ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു. അപ്പോൾ 17 വയസ്സുള്ളൊരു വ്യക്തി എന്തായാലും എന്താണ്, മൈനറാണ്. അപ്പോൾ അയാൾ 17 വയസ്സായപ്പോൾ ഏർപ്പെട്ട ഒരു എഗ്രിമെൻറ്റ് അയാൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് എന്താണ്, ഇത് വോയിഡാണ്, അതായത് നിയമം അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് ഒരു വർഷത്തോടെ കഴിഞ്ഞിട്ട് ഈ എഗ്രിമെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോയെന്ന് കരുതി 18 വയസ്സായപ്പോൾ ഈ എഗ്രിമെൻറ്റ് അവർ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുകയാണെന്നിരിക്കട്ടെ. അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാരണം മൈനറായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഏർപ്പെടുന്ന ഒരു കോൺട്രാക്റ്റ് മേജർ ആവുമ്പോൾ അത് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. നമ്മൾ എപ്പോഴാണോ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടത് ആ സമയത്ത് തന്നെ നമ്മൾ ആ കോൺട്രാക്റ്റ് ഏർപ്പെട്ടിരിക്കണം. ഒരിക്കലും മൈനർ ആവുമ്പോൾ നമ്മൾ ഏർപ്പെടുന്ന കോൺട്രാക്റ്റിന് മേജർ ആവുമ്പോൾ അതിന് അംഗീകാരം ലഭിക്കണം എന്നില്ല, അംഗീകാരം ലഭിക്കില്ല. അതാണ് വാസ്തവം. അപ്പോൾ നോക്കിയാൽ ടെക്സ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്, ദ ടേം റാറ്റിഫിക്കേഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദി ആക്ട് ഓഫ് കൺഫേമിംഗ് ഓർ അപ്രൂവിംഗ്. ഇവിടെ റാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്രൂവിംഗ് ആണ്, അംഗീകരിക്കുക എന്നതാണ്. The doctrine of no ratification implies that an agreement made by a minor during the time of his minority cannot be approved by him on attaining his majority. അതായത് മൈനർ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഏർപ്പെടുന്ന ഒരു എഗ്രിമെന്റിന് നമ്മൾ മേജർ ആയി കഴിയുമ്പോൾ അതിന് ഒരിക്കലും അംഗീകാരം ലഭിക്കില്ല. ദിസ് ഈസ് സോ ബിക്കോസ്, ഇത് എന്താണെന്ന് വെച്ചാൽ മൈനേഴ്സ് എഗ്രിമെന്റ് എന്താണെന്ന് നമുക്കറിയാം, വോയിഡ് ആണല്ലേ, തുടക്കത്തിൽ തന്നെ വോയിഡ് ആണ്. അങ്ങനെ വോയിഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റിനെ പിന്നെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് സാധിക്കത്തില്ല. ആൻഡ് therefore cannot be made valid by ratification. If the minor wants to carry out the agreement, a fresh agreement should be made on attaining majority. ഇപ്പം മൈനറായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഏർപ്പെടുന്ന ഒരു എഗ്രിമെൻറ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എപ്പോഴാണോ മേജർ ആവുന്നത് വീണ്ടും ആ എഗ്രിമെൻറ്റ് എന്ത് ചെയ്യുക, പുതുക്കി നമ്മൾ എഴുതുക. അല്ലാതെ ആ എഗ്രിമെൻറ്റിനെ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് അതിന് അംഗീകാരം വാങ്ങിക്കാമെന്ന് കരുതാൻ സാധിക്കില്ല. കാരണം നമുക്ക് അംഗീകാരം ലഭിക്കത്തില്ല. നമുക്ക് ഫ്രഷ് ഒരു മേജർ എപ്പോൾ മേജർ ആവുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രഷ് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുക. അതാണ് ഇവിടെ പറയുന്നത്. അടുത്തായിട്ട് പറയാൻ പോകുന്നത് 4ാമത്തെ പോയിന്റ് ആണ്,
ബെനഫിഷ്യൽ കോൺട്രാക്റ്റ്. അതായത് ഒരു മൈനറിന് ഒരു കോൺട്രാക്റ്റിലെ ബെനഫിഷ്യറിയോ അല്ലെങ്കിൽ പ്രോമിസിയോ ആവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെ നിയമം അംഗീകരിക്കുന്നതാണ്. അതായത് ഇവിടെ പറയുന്നത് എ മൈനർ ക്യാൻ ബി എ ബെനഫിഷ്യറി ഓർ എ പ്രോമിസി ഇഫ് എ കോൺട്രാക്ട് ഈസ് ബെനഫിഷ്യൽ ടു എ മൈനർ ഇറ്റ് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ബൈ ഹിം. അതായത് ആ കോൺട്രാക്റ്റ് കൊണ്ട് ഉള്ള നേട്ടം മൈനറിന് ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ, അതായത് ഒരു കോൺട്രാക്റ്റ് കൊണ്ടുണ്ടാവുന്ന നേട്ടം മൈനറിന് ലഭിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എൻഫോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ആ മൈനറിന് അത് എൻഫോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ പറയുന്നത് എ എന്ന് പറയുന്ന ഒരു മൈനർ അയാൾ കുറച്ച് പണം ബി എന്ന് പറയുന്ന വ്യക്തിക്ക് കടമായിട്ട് കൊടുത്തു. അപ്പം ഈ പണം കടമായിട്ട് കൊടുത്തതിന് പകരമായിട്ട് കുറച്ച് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, എന്താണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ലാൻഡാണ്, അത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത പ്രോപ്പർട്ടി. അപ്പോൾ കുറച്ച് ലാൻഡ് ഈ പണം കൊടുത്തതിന് പകരമായിട്ട് കുറച്ച് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബി എക്ക് കൊടുക്കുകയാണ്. In this case, a mortgage can be enforced by A as the transaction is for his benefit. അപ്പോൾ ഇവിടെ എന്താണ് മോർഗേജ്, അതായത് പണയം വെക്കണം. നമുക്കറിയാം വസ്തുവൊക്കെ പണയം വെക്കുന്നതിനെ പറയുന്ന പേരാണ് മോർഗേജ്. അപ്പോൾ ഈ മോർഗേജിനെ എക്ക് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കും. കാരണം ഇതുകൊണ്ട് ഉണ്ടാവുന്ന നേട്ടം ആർക്കാണ്? എ എന്ന് പറയുന്ന മൈനറിനാണ്. അതായത് ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഒരു മൈനറിന് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വാങ്ങിക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അപ്പം ഇവിടെ ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് എ എന്ന് പറയുന്ന മൈനർ പൈസ ആർക്ക് കൊടുത്തിരിക്കുന്നത്? ബി എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ എ എന്ന് പറയുന്ന മൈനറിന് കിട്ടേണ്ടുന്ന നേട്ടമാണ് എന്ത്? ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു മൈനറിന് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അതായത് ലാൻഡ് പോലെയുള്ള പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് സാധിക്കും. ഇഫ് ദ സെല്ലർ റെഫ്യൂസസ് ടു ഹാൻഡ് ഓവർ ദ പ്രോപ്പർട്ടി ടു എ മൈനർ. ചില കേസിൽ അപ്പോൾ നമ്മൾ ഒരു മൈനർ വസ്തു വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റിലൊക്കെ ഏർപ്പാടായി പൈസയൊക്കെ കൊടുത്തു. പക്ഷേ ആ വ്യക്തി, ആ സെല്ലർ, വിൽക്കുന്ന ആള് വസ്തു മൈനറിന്റെ പേര് എഴുതി കൊടുക്കാൻ വിസമ്മതിക്കുകയാണെന്നിരിക്കട്ടെ. അങ്ങനെയുള്ള കേസിൽ ഈ മൈനറിന് ആ പ്രോപ്പർട്ടിയുടെ അവകാശം ചോദിച്ചുകൊണ്ട്, കൈവശ അവകാശമൊക്കെ ചോദിച്ചുകൊണ്ട് കേസ് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ കോടതി നിങ്ങൾ മൈനറാണ്, എഗ്രിമെന്റ് ഏർപ്പെടാൻ പറ്റത്തില്ല എന്നൊന്നും പറയാൻ സാധിക്കത്തില്ല. ഇവിടെ ബെനഫിഷ്യൽ അല്ലെങ്കിൽ നേട്ടം ആർക്കാണ്? മൈനറിന് ഒരു നേട്ടമുള്ള കോൺട്രാക്റ്റ് ആണെങ്കിൽ ആ കോൺട്രാക്റ്റിനെ എപ്പോഴും നിയമം അംഗീകരിക്കുന്നതാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ കേസിൽ തന്നെ ഇപ്പൊ ബി എന്ന് പറയുന്ന വ്യക്തി പണം വാങ്ങിച്ചിട്ട് വസ്തു കൊടുത്തില്ല, മൈനറിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ മൈനറിന് ഈ ബിക്കെതിരെ എന്ത് ചെയ്യാം? കോടതിയിൽ കേസ് കൊടുക്കാനായിട്ട്, ആ ഒരു വസ്തു കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കേസ് കൊടുക്കാൻ സാധിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബെനഫിഷ്യൽ കോൺട്രാക്റ്റ്. ആ കോൺട്രാക്റ്റ് കൊണ്ടുള്ള നേട്ടം മൈനറിനാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അതായത് മൈനർ പ്രോമിസി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എഗ്രിമെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അംഗീകരിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ഒരു പോയിന്റ് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ആൻഡ് മൈനർ. അതായത് ഇപ്പം മൈനർ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി അയാളുടെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വിറ്റു എന്നിരിക്കട്ടെ. അപ്പം ആ പ്രോപ്പർട്ടി അയാൾക്ക് തിരിച്ചു വാങ്ങിക്കണം. അപ്പോൾ ഇവിടെ റെസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിസ്റ്റോറിങ് ബാക്ക് ആണ്. നമ്മുടെ കയ്യിൽ നിന്നും പോയൊരു കാര്യത്തിൽ നമുക്ക് തിരിച്ച് റീസ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു കാര്യം ആർക്കുണ്ട്? മൈനറിന് അതിനുള്ളൊരു അവകാശമുണ്ട്. അതായത് ഇവിടെ പറയുന്നത് ഒരു വ്യക്തി അയാളുടെ പ്രോപ്പർട്ടി എന്തെങ്കിലും വിറ്റ് കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് ആ പ്രോപ്പർട്ടി തിരിച്ച് വാങ്ങിക്കണം. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാൾ ഈ ഒരു എഗ്രിമെന്റ് ഏർപ്പെടുന്ന സമയത്ത് മൈനർ ആയിരുന്നു, അതുകൊണ്ട് തന്നെ അയാളുടെ കയ്യിൽ നിന്നും പോയ ആ പ്രോപ്പർട്ടി അയാൾക്ക് തിരിച്ച് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കാവുന്നതാണ്. അയാൾക്കത് റീസ്റ്റോർ ചെയ്യാനായിട്ടുള്ള ആ ഒരു അവകാശവും ഉണ്ടായിരിക്കും. നമുക്ക് കൂടുതലായിട്ട് ടെക്സ്റ്റിൽ എന്താ പറയുന്നത് നോക്കാം. The term restitution may be defined as the act of restoring back to the rightful owner that which has been taken away or lost. The doctrine of restitution implies that when a person obtains a property or goods by false representation, he can be compelled to restore it to the person from whom he has received it. അപ്പോൾ റെസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ എന്തെങ്കിലും ഒരു വസ്തു കളഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ എന്തെങ്കിലും വസ്തു നമ്മുടെ കയ്യിൽ നഷ്ടമാവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് തിരിച്ച് ആ ഒരു ട്രൂ ഓണറിൽ തിരിച്ചെത്താനായിട്ടുള്ള ഒരു റൈറ്റിനാണ് നമ്മൾ റെസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് when a person obtains property or goods by false representation, നമ്മൾ തെറ്റിദ്ധാരണയിലൂടെയോ അല്ലെങ്കിൽ തെറ്റായ രീതിയിലൊക്കെ ഒരു വസ്തു വേറൊരാളിൽ, എന്തൊരു സാധനമാവട്ടെ വേറൊരാളുടെ കയ്യിൽ എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ വസ്തുവാണ്, അത് വേറൊരാളുടെ എൻ്റെ കയ്യിലിരിക്കേണ്ട പ്രോപ്പർട്ടിയാണ്, അത് വേറൊരാൾക്ക് തെറ്റിദ്ധാരണയിൽ പോയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു വസ്തു എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ച് വാങ്ങിക്കാനായിട്ട് സാധിക്കും. This doctrine of restitution also applies to minor. അപ്പം ഇത് ഒരു സാധാരണക്കാരൻ്റെ കാര്യമാണ് പറയുന്നത്. എന്നാൽ ഇതേ അവകാശം ആർക്കും ഉണ്ട്? മൈനറിനും ഉണ്ട്. അതായത്
Minor can be compelled to restore the property or goods only so long as the same is traceable to in his possession. അപ്പോൾ ഈ മൈനറിനെ സംബന്ധിച്ചായാലും മൈനറിൻ്റെ കയ്യിൽ നിന്നും മൈനറിനെ തെറ്റിദ്ധരിപ്പിച്ചോ അല്ലെങ്കിൽ മൈനറിനെ ഭീഷണിപ്പെടുത്തിയോ ഒക്കെ മൈനറിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം എന്തോ ആവട്ടെ, ഗുഡ്സോ പ്രോപ്പർട്ടി എന്തോ ആവട്ടെ, അങ്ങനെ അയാളുടെ കയ്യിൽ നിന്ന് പോകുന്ന സാധനത്തിനെ അയാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? തിരിച്ച് റിറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ തിരിച്ച് റീസ്റ്റോർ ചെയ്യാനായിട്ടുള്ള അവകാശം മൈനറിനുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ സ്പെസിഫിക് റിലീഫ് ആക്ട് 1963 സെക്ഷൻ 33 ഈ ഒരു റെസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുന്നത്. അപ്പം അതിൽ പറയുന്നുണ്ട്, മൈനർ മേ ആൾസോ ബി റിക്വയർഡ് ടു റീസ്റ്റോർ ദി മണി റിസീവ്ഡ് അണ്ടർ ദി കോൺട്രാക്ട്. ഒരു കോൺട്രാക്ട് വഴി അയാളുടെ കയ്യിൽ നിന്നും പോയ പണത്തിനെ റീസ്റ്റോർ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഒരു മൈനറിന് ഉണ്ട്. ഇൻ ഷോർട്ട്, മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ, വെൻ എ മൈനർ റിസീവ്സ് സം പ്രോപ്പർട്ടി ഓർ ഗുഡ്സ് ഓർ മണി ബൈ ഫാൾസ്ലി റെപ്രസെൻറ്റിംഗ് ഹിസ് ഏജ്, ദി മൈനർ ക്യാൻ ബി ആസ്ക്ഡ് ടു റീസ്റ്റോർ സച്ച് പ്രോപ്പർട്ടി ഓർ ഗുഡ്സ് ഓർ മണി ആസ് ലോങ് ആസ് ദ സെയിം ഈസ് ട്രേസബിൾ ഇൻ ഹിസ് പൊസിഷൻ. ഇപ്പോൾ ഒരു മൈനറിൻ്റെ കയ്യിൽ നിന്ന്, അയാൾ മൈനറാണ് പക്ഷെ ഒരാൾ തെറ്റിദ്ധരിപ്പിച്ചിട്ട്, മേജറാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു, അയാളുടെ കയ്യിൽ നിന്ന് ഒരു പ്രോപ്പർട്ടിയൊക്കെ ട്രാൻസ്ഫർ ചെയ്തു. പിന്നീട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് തിരിച്ചെടുക്കണമെങ്കിൽ അയാൾക്കത് കോടതിയെ സമീപിക്കാം. ഞാൻ മൈനർ ആയിരുന്നപ്പോൾ എനിക്ക് പറ്റിയതാണ്, എനിക്ക് ആ തിരിച്ചു വേണമെന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് റിസ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അടുത്ത 6ാമത്തെ പോയിന്റ് പറയുന്നത് ടോർട്ട് ആൻഡ് മൈനർ ആണ്. ഇവിടെ ടോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റോങ്ഫുൾ ആക്ട് ആണ്, തെറ്റായ കാര്യങ്ങൾ. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ദ ടേം ടോർട്ട് മേ ബി ഡിഫൈൻഡ് ആസ് എനി റോങ് ഫോർ വിച്ച് എ സിവിൽ സ്യൂട്ട് ക്യാൻ ബി ബ്രോട്ട്. അതായത് നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുന്ന എന്തൊരു തെറ്റായ കാര്യത്തെ നമുക്ക് എന്താ പറയും? ടോർട്ട് എന്ന് പറയാം. ഇവിടെ ഒരു മൈനറും അയാളുടെ തെറ്റായ പ്രവൃത്തി, ഇത് തമ്മിൽ എങ്ങനെയായിരിക്കും ബന്ധം? ഒരു മൈനർ ആ ഒരു കോൺട്രാക്ട് എന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്താൽ അതെങ്ങനെ ബാധിക്കും? അതാണ് നമ്മൾ ഈ ഒരു പോയിന്റിനകത്ത് പറയാൻ പോകുന്നത്. ഇവിടെ പറയുന്നത്, വി ഹാവ് സീൻ ദാറ്റ്, നമുക്കറിയാം ഒരു മൈനറുമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് തുടക്കത്തിൽ തന്നെ എന്താണ്? വോയിഡ് ആണല്ലോ. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു വോയിഡ് അപ്പ് ഇനിഷ്യോ, ആ ഒരു ടേം ആണ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം തുടക്കത്തിലെ ആ ഒരു മൈനറുമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് തുടക്കത്തിലെ വോയിഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കോൺട്രാക്ട്, ഇപ്പോൾ ഒരു വ്യക്തി ഒരു മൈനറുമായിട്ടൊരു എഗ്രിമെന്റിൽ ഏർപ്പെടുകയും ആ ഒരു കോൺട്രാക്ട് ബ്രീച്ച് ആയാലും ലംഘിച്ചെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്ട് നടന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൈനറിൽ നിന്നും ക്ലെയിം ചെയ്യാനുള്ള അവകാശമൊന്നും ഒരു വ്യക്തിക്കും ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു കോൺട്രാക്ട് ബ്രീച്ച് ആവുക. അപ്പോൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്താണെന്നൊക്കെ നമുക്കിനി അങ്ങോട്ട് പഠിക്കാനുണ്ട്. എങ്കിലും ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഇത്രയേ ഉള്ളൂ. ഒരു കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതെ ആ കോൺട്രാക്ട് ലംഘിക്കുന്നതിനെയാണ് നമ്മൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പം ഒരു മൈനർ ആ കോൺട്രാക്ട് ലംഘിച്ചെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിന്റെ പേരിൽ ഫ്രോഡുലന്റ് ആക്ടിവിറ്റി ചെയ്തു എന്ന് പറഞ്ഞോ ഒന്നും അയാളിൽ നിന്ന് ഡാമേജസിനെ ക്ലെയിം ചെയ്യാനോ ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണഗതിയിൽ നമ്മൾ മൈനറിൽ നിന്നും അങ്ങനെയൊന്നും ഡാമേജസിനെ ക്ലെയിം ചെയ്യാനൊന്നും സാധിക്കത്തില്ല. ഇവിടെ പറയുന്നത്, ഇഫ് എ മൈനർ എൻറ്റേഴ്സ് ഇൻ ടു എൻ എഗ്രിമെന്റ് ബൈ മിസ്റെപ്രസെൻറ്റിംഗ് ഹിസ് ഏജ് ഹി കനോട്ട് ബി സ്യൂഡ് എയ്തർ ഇൻ കോൺട്രാക്ട് ഓർ ഇൻ ടോർട്ട് ഫോർ ഫ്രോഡ്. ഇപ്പോൾ ഒരു മൈനർ അയാൾ മേജറാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഒരാളുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നെങ്കിൽ പോലും അയാളെ സംബന്ധിച്ച് അയാൾ പിന്നീട് എന്താണ് കേസിൽ പെടുകയോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആ മൈനോറിറ്റി എന്ന് പറയുന്ന ആ ഒരു കൺസിഡറേഷൻ അയാൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ ഒരു കോൺട്രാക്റ്റിനകത്ത് പറയാത്ത എന്തെങ്കിലും ഒരു പ്രവൃത്തിയാണ് അല്ലെങ്കിൽ ഈ കോൺട്രാക്റ്റിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു റോങ്ഫുൾ ആക്ടിവിറ്റി ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ആ മൈനർ ഡാമേജസ് കൊടുത്തേ പറ്റൂ. അതായത് ഇപ്പോൾ 2 വ്യക്തികൾ തമ്മിലുള്ളൊരു കോൺട്രാക്റ്റ് ആണ്. ആ കോൺട്രാക്റ്റിൽ പറയുന്ന പ്രകാരമല്ലാതെ മറ്റെന്തെങ്കിലും റോങ്ഫുൾ ആക്ടിവിറ്റി മൈനർ ചെയ്തു എന്നിരിക്കട്ടെ, ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് മൈനർ തീർച്ചയായിട്ടും ഡാമേജസിന് പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ. അതെന്താണെന്ന് ക്ലിയർ ആയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഇവിടെ പറയുന്നു, എ എന്ന് പറയുന്ന ഒരു മൈനർ ബി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും ഒരു കുതിരയെ റൈഡിന് വേണ്ടിയിട്ട് വാടകയ്ക്ക് വാങ്ങിച്ചു. അപ്പം ഈ റൈഡിന് വേണ്ടിയിട്ട് നമ്മൾ കുതിരയെ വാങ്ങിച്ചപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തി കുതിരയെ ഹയറിന് എടുത്തപ്പോൾ വാടകയ്ക്ക് എടുത്തപ്പോൾ എയോട് പ്രത്യേകം ഇൻസ്ട്രക്ഷൻ പറഞ്ഞിരുന്നു, ഈ കുതിരയെ ജമ്പ് ചെയ്യിക്കാൻ പാടില്ല, കാരണം എന്തോ അസുഖമുള്ള കുതിര ആയതുകൊണ്ട് അധികം ജമ്പ് ചെയ്യിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞതാണ്. എ എന്ത് ചെയ്തു? ഈ കുതിരയെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് സി എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിന് ഇങ്ങനെ റൈഡിങ്ങിന് വേണ്ടി കൊടുത്തു. സി എന്ന് പറയുന്ന വ്യക്തി ഈ കുതിരയെ ജമ്പ് ചെയ്യിപ്പിച്ചു. അങ്ങനെ ആ കുതിര ചത്തുപോയി. അപ്പം ഇവിടെ എയും ബിയും തമ്മിലുള്ള എഗ്രിമെന്റിനകത്ത് ഈ കുതിരയെ സി എന്ന് പറയുന്ന ഫ്രണ്ടിന് കൊടുക്കുമെന്നൊന്നും ആ എഗ്രിമെന്റിൽ പറഞ്ഞിരുന്നില്ല. അപ്പം ഇവിടെ എ എന്ന് പറയുന്ന വ്യക്തി ചെയ്ത ഒരു റോങ്ഫുൾ ആക്ട് ആണത്. എന്ത്? സി എന്ന് പറയുന്ന ഫ്രണ്ടിന് കുതിരയെ കൈമാറി എന്നുള്ളത്. അപ്പം എഗ്രിമെന്റിൽ പറയാത്തൊരു തെറ്റായ പ്രവൃത്തി ഇയാൾ എ ചെയ്തതുകൊണ്ട് മൈനർ ആണെങ്കിൽ പോലും അയാൾ എന്ത് കൊടുത്തേ പറ്റൂ? ഡാമേജസിന്. അതായത് കുതിര ചത്തുപോയല്ലോ, അപ്പം തീർച്ചയായിട്ടും അവിടെ ഡാമേജസിന് പൈസ കൊടുത്തേ സാധ്യമാകും.
അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യണം? പൈസ കൊടുക്കണം. കാരണം എസ് റോങ്ഫുൾ ആക്ട്, ഇവിടെ എ ചെയ്ത തെറ്റായ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? സി എന്ന് പറയുന്ന ഫ്രണ്ടിന് ഈ ഒരു കുതിരയെ കൊടുത്തു എന്നുള്ളത്. അപ്പം ഇവിടെ ഇൻഡിപെൻഡന്റ് ആണ്, ഈ കോൺട്രാക്റ്റിൽ പറയാത്തൊരു കാര്യമാണ് ഇവിടെ എ ചെയ്തത്. അതുകൊണ്ട് തന്നെ എ എന്ത് ചെയ്യണം? ഡാമേജസിന് പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ. അതാണ് ഈ ഒരു പോയിന്റിനകത്ത് പറയുന്നത്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ടോർട്ടും മൈനറും. അപ്പോൾ ഒരു കോൺട്രാക്റ്റിനകത്തുള്ള എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ അത് എന്താണ്? മൈനറിന് മൈനോറിറ്റി എന്ന് പറയുന്ന ഒരു കൺസിഡറേഷൻ കിട്ടും. എന്നാൽ കോൺട്രാക്റ്റിൽ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് അതിന്റെ ഫലമായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും റോങ്ഫുൾ ആയിട്ട് എന്തെങ്കിലും വന്നാൽ അതിന് മൈനർ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ഡാമേജസ് കൊടുത്തേ പറ്റത്തുള്ളൂ. അടുത്ത് പറയാനുള്ളത് പാർട്ണർ, മൈനറിനെ ഒരു പാർട്ണർഷിപ്പിന്റെ പാർട്ണർ ആക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ? അതാണ് അടുത്ത പോയിന്റ്. മൈനർ ആസ് എ പാർട്ണർ ഓഫ് പാർട്ണർഷിപ്പ്. ഇവിടെ പറയുന്നത് ദ പാർട്ണർഷിപ്പ് ഓഫ് പാർട്ട്നേഴ്സ് റിസൾട്ട്സ് ഫ്രം ദെയർ എഗ്രിമെന്റ്. നമുക്കറിയാം ഒരു പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പാർട്ണർഷിപ്പ് ഉടലെടുക്കുന്നത്, അല്ലെ? അത് ഓറൽ ആവാം, റിട്ടേൺ ആവാം, അതൊക്കെ നമ്മൾ അക്കൗണ്ടിങ്ങിനകത്ത് പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം ഒരു മൈനർ എന്ന് പറയുന്ന ആൾക്ക് ബീങ് നോട്ട് കോമ്പിറ്റന്റ് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് കനോട്ട് ബി എ പാർട്ണർ ഇൻ ദി ഫേം. അപ്പം മൈനർ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഒരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യാൻ കോമ്പിറ്റന്റ് അല്ല. അതുകൊണ്ട് തന്നെ അയാളെ നമുക്കൊരു പാർട്ണർ ആക്കാനും സാധ്യമല്ല. അക്കോർഡിംഗ് ടു സെക്ഷൻ 30 സബ്സെക്ഷൻ 1 ഓഫ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട്, നമ്മുടെ പാർട്ണർഷിപ്പ് ആക്ട് 1932 പറയുന്നുണ്ട്, a minor may be admitted into the partnership to the benefit of the firm with the consent of all other existing partners. അപ്പം ഓൾറെഡി ഉള്ള പാർട്ട്നേഴ്സിന്റെ സമ്മതത്തോടു കൂടി നമ്മുടെ ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ണർഷിപ്പിനെ നമ്മൾ കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ് ഫേം. അപ്പം ആ ഒരു ഫേമിന്റെ ബെനിഫിറ്റിന് വേണ്ടി, എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ട് ഒരു മൈനറിനെ പാർട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്യും. അത് എങ്ങനെ ആയിരിക്കണം? മറ്റു പാർട്ട്നേഴ്സിന്റെ സമ്മതത്തോടു കൂടി ആയിരിക്കണം. He has no right to take part in the management of the firm, but his liability are limited to the extent of his interest in the firm. അപ്പം ഒരു മൈനറിനെ പാർട്ണർ ആക്കി എന്ന് കരുതി അയാളെ ആ ഒരു പാർട്ണർഷിപ്പിന്റെ മാനേജിയൽ ആക്ടിവിറ്റീസിലോ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ പാർട്ടായിട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അയാൾക്ക് മാനേജ്മെന്റിൽ യാതൊരു പങ്കും ഉണ്ടായിരിക്കുന്നതല്ല. ഇനി ഒരു പാർട്ണറിന്റെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി, ആ ഒരു മൈനർ ആ ഒരു ഫേമിൽ എത്രമാത്രമാണോ അയാളെ കൊണ്ടുള്ള ബെനിഫിറ്റ്, അതായത് ഇവിടെ പറയുന്നത് ആ ഒരു ഫേമിന്റെ ഒരു താല്പര്യം അനുസരിച്ച് അത്ര വരെ മാത്രമേ അയാൾക്ക് ലൈബിലിറ്റി ഇല്ലെന്ന് പറയാൻ ഒക്കത്തില്ല. ഒരു മൈനർ പാർട്ണർഷിപ്പിൽ പാർട്ണർ ആയാൽ അയാൾക്ക് ലൈബിലിറ്റി ഉണ്ട്. പക്ഷെ എത്രയാണോ അയാളുടെ ഇൻട്രസ്റ്റഡ്, ആ ഒരു ഫേമിൽ അയാളെ കൊണ്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് എത്ര വരെയാണോ അതുവരെ മാത്രമായിരിക്കും അയാളുടെ ലൈബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഒരു മൈനറിന് പാർട്ണർഷിപ്പിൽ പാർട്ണർ ആവാം, പക്ഷെ എങ്ങനെയായിരിക്കണം? അയാളുടെ മറ്റ് പാർട്ട്നേഴ്സിന്റെ സമ്മതത്തോടു കൂടി ആയിരിക്കണം. അതുപോലെ തന്നെ മാനേജറിയൽ ആക്ടിവിറ്റീസിലോ അല്ലെങ്കിൽ മാനേജ്മെന്റിലോ ഒന്നും അയാൾക്ക് യാതൊരു പങ്കും വഹിക്കാനായിട്ട് സാധിക്കത്തില്ല. then അടുത്ത പറയുന്നത് മൈനർ ആസ് ആൻ ഏജന്റ്. ഒരു മൈനറിന് ഏജന്റ് ആവാനായിട്ട് സാധിക്കുമോ? ഓക്കെ, an agent is merely a connecting link between his principal and third person. നമുക്കറിയാം ഏജന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിൻസിപ്പൽ, ഒരു റിയൽ ഓണറും ഒരു തേർഡ് പേഴ്സണെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു മീഡിയേറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? ഏജന്റ് എന്ന് പറയുന്നത്. Therefore, a minor may be appointed as an agent, but the minor agent will not be personally liable for his act as an agent, but the principal will be liable to the third person for the act of minor agent. അപ്പോൾ ഒരു മൈനറിനെ സംബന്ധിച്ച് ഏജന്റ് ആവാം, പക്ഷേ ഒരു ഏജന്റ് എന്ന നിലയിൽ യാതൊരു ഉത്തരവാദിത്തങ്ങളും മൈനറിനുണ്ടായിരിക്കത്തില്ല. മൈനർ കാരണം ഉണ്ടാവുന്ന എന്തൊരു പ്രശ്നങ്ങളും ആരെ ബാധിക്കുന്നതായിരിക്കും? പ്രിൻസിപ്പളിനെ ബാധിക്കുന്നതായിരിക്കും. അപ്പം മൈനർ പറയുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പ്രിൻസിപ്പൾ അല്ലെങ്കിൽ റിയൽ ഓണർ തന്നെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു മൈനറിന് ഏജന്റായിട്ട് ആക്ട് ചെയ്യാമെങ്കിൽ പോലും അയാൾ പറയുന്ന കാര്യത്തിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും ആർക്കായിരിക്കും? ഈ പറയുന്ന പ്രിൻസിപ്പൾ അല്ലെങ്കിൽ റിയൽ ഓണറിന് ആയിരിക്കും. Then, but the principal cannot recover any compensation from his minor agent for loss caused by him due to the act of the minor agent. അപ്പം ഒരു മൈനർ അയാൾ ചെയ്യുന്ന പ്രവൃത്തി കാരണം എന്തെങ്കിലും പ്രശ്നം വന്നാലും പ്രിൻസിപ്പളിന് അയാളിൽ നിന്നും ഡാമേജസിന് ക്ലെയിം ചെയ്യാനൊന്നും സാധിക്കത്തില്ല. കാരണം മൈനർ ആയിരിക്കെ തന്നെ അയാൾ ചെയ്യുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദി ആയിരിക്കും പ്രിൻസിപ്പൾ ആയിരിക്കും. അയാൾക്ക് ഇയാളിൽ നിന്നും റിക്കവർ ചെയ്യാനോ പൈസ വാങ്ങിക്കാനോ ഒന്നും സാധിക്കത്തില്ല. പൂർണ്ണ ഉത്തരവാദിത്വം പ്രിൻസിപ്പൾ ആയിരിക്കും. അപ്പം മൈനറിന് എന്താവാം? ഏജന്റായിട്ട് മാറാനായിട്ട് സാധിക്കും. ദെൻ അടുത്ത പോയിന്റ് മൈനർ ആസ് ആൻ ഇൻസോൾവെന്റ്. ഒരു മൈനറിനെ ഇൻസോൾവെന്റ് ആയിട്ട് പ്രഖ്യാപിക്കുമോ, പാപ്പരായിട്ട് പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ്.
എ മൈനർ കനോട്ട് ബി ഡിക്ലെയർഡ് ആസ് ആൻ ഇൻസോൾവെന്റ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഒരു മൈനറിനെ ഒരിക്കലും ഒരു ഇൻസോൾവെന്റ് അല്ലെങ്കിൽ പാപ്പരായിട്ട് പ്രഖ്യാപിക്കുന്നതായിട്ട് അല്ല. ദിസ് ഈസ് സോ ബിക്കോസ് ഓൾ എഗ്രിമെന്റ് വിത്ത് എ മൈനർ ആർ അബ്സൊല്യൂട്ട്ലി വോയിഡ്. നമുക്കറിയാം ഇങ്ങനെ എന്തുകൊണ്ടാണ് ഒരു മൈനറിന് ഇൻസോൾവെന്റ് ആവാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ, മൈനർ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റത്തില്ല അല്ലെ. മൈനറുമായിട്ടുള്ള എല്ലാ കോൺട്രാക്റ്റും തുടക്കത്തിൽ വോയിഡ് ആണ് എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒരു മൈനറിനെ ഇൻസോൾവെന്റ് ആയിട്ട് പ്രഖ്യാപിക്കാത്തത്. Moreover, minor is not personally liable for any debt incurred during the period of his minority. മൈനോറിറ്റി ആയിരിക്കുന്ന സമയത്ത് ഒരു മൈനർ ഏർപ്പെടുന്ന എല്ലാ കോൺട്രാക്ട് അല്ലെങ്കിൽ എന്ത് കടമാവട്ടെ അതിനെ ഒന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പേഴ്സണലി അയാൾ ലൈബിൾ ആയിരിക്കത്തില്ല. ഇപ്പോൾ മൈനർ ആയതുകൊണ്ട് തന്നെ അയാൾക്കൊരു വ്യക്തിയിൽ നിന്ന് കടം വാങ്ങാനോ അല്ലെങ്കിൽ അയാൾക്ക് കടമുണ്ട് എന്നൊന്നും പറയാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു മൈനറിനെ ഇൻസോൾവെന്റ് ആയിട്ട് പ്രഖ്യാപിക്കാത്തത്. അപ്പം മൈനർ കടമൊക്കെ വാങ്ങിക്കുകയാണെങ്കിലും മൈനറിന് അതിനകത്ത് ഉത്തരവാദിത്വമൊന്നുമില്ല, അയാൾ കൊടുത്തേ പറ്റുമെന്ന് പറയാനൊക്കത്തില്ല. കാരണം മൈനോറിറ്റി എന്ന് പറയുന്നൊരു കൺസിഡറേഷൻ അയാൾക്ക് ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ മൈനറിനെ എന്താക്കാൻ പറ്റത്തില്ല, ഇൻസോൾവെന്റ് ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. അടുത്ത പോയിന്റാണ് മൈനർ ആൻഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. മൈനറും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എങ്ങനെയാണ്? അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു മൈനറിനെ സംബന്ധിച്ച് ഒരു ചെക്ക് ആയാലും, ഇപ്പം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ചെക്ക്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, അതൊക്കെയാണ്. അപ്പോൾ ഒരു മൈനറിനെ സംബന്ധിച്ച് ഒരു ചെക്ക് ആണെങ്കിൽ തന്നെ അത് ഡ്രോ ചെയ്യാനായാലും, അത് പണം പിൻവലിക്കാനായാലും, അത് എൻഡോഴ്സ് ചെയ്യാനായാലും, അത് നെഗോഷ്യബിൾ, അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നെഗോഷിയേറ്റ് ചെയ്യാനായാലും ഒക്കെ സാധിക്കും. എന്നാൽ ആ ഇൻസ്ട്രുമെന്റുമായി ബന്ധപ്പെടുന്ന യാതൊരു ഉത്തരവാദിത്തങ്ങളും ആ മൈനർ ഏറ്റെടുക്കുന്നതല്ല. അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, minor is competent to draw, enforce and negotiate the negotiable instrument. It may be noted that the minor will not incur a personal liability under such instrument. ആ ഇൻസ്ട്രുമെന്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന യാതൊരു ബാധ്യതയും സ്വയമേ മൈനർ ഏറ്റെടുക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഏറ്റെടുക്കേണ്ടുന്ന കാര്യം മൈനറിന് ഇല്ല. എന്നാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എക്സിക്യൂട്ടഡ് ഇൻ ഫേവർ ഓഫ് ദി മൈനർ ക്യാൻ ബി എൻഫോഴ്സ്ഡ് ബൈ ഹിം. എന്നാൽ ഒരു മൈനറിന് വേണ്ടിയിട്ടുള്ള ഒരു ചെക്കാണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അതിന് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഫോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം മൈനറിന്റെ പേരിൽ വരുന്ന ഒരു ചെക്കാണെങ്കിൽ ആ ചെക്ക് മാറി പൈസ എടുക്കാൻ പറ്റാതെ വരികയോ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ മൈനറിന് എന്ത് ചെയ്യാം, അതിനെതിരെ ക്ലെയിം ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അല്ലാതെ ഒരു മൈനർ ഒരാൾക്ക് ചെക്ക് കൊടുത്തു അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ലൈബിലിറ്റീസ് ഒന്നും മൈനറിന് ഏറ്റെടുക്കേണ്ടുന്ന കാര്യം ഇല്ല. അപ്പം ചെക്കാണെങ്കിൽ തന്നെ അത് ഡ്രോ ചെയ്യാം, അത് പണമായിട്ട് മാറ്റാം, വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അതിനൊക്കെ ഉള്ള അവകാശം ഒരു മൈനറിന്. അടുത്ത 11ാമത്തെ പോയിന്റ് ആണ് ലയബിലിറ്റി ഓഫ് പേരൻസ് ഓർ ഗാർഡിയൻ ഓഫ് എ മൈനർ. മൈനറിന് വേണ്ടി വാങ്ങുന്ന, അത് മൈനറിന്റെ നെസസറീസ് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പേരൻസ് ചിലപ്പോൾ ആരിൽ നിന്നും കടം വാങ്ങും. അങ്ങനെ വാങ്ങുന്ന കടം പേരൻസ് തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം, തിരിച്ചു കൊടുക്കണം. പക്ഷെ അഥവാ തിരിച്ചു കൊടുക്കാൻ പറ്റാതൊക്കെ വരുവാണെങ്കിൽ നിയമപരമായിട്ട് ഇവർക്ക് എന്ത് ചെയ്യും, അതിൽ നിന്നും പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒഴിവായിട്ട് നിൽക്കാനായിട്ട് സാധിക്കും. അതെന്താണെന്ന് നോക്കാം. As a matter of fact, the minor's contract did not impose any liability on his parents or guardian, even if the contract are for necessaries of the life of a minor. ഇപ്പോൾ പേരൻസ് മൈനറിൻ്റെ നെസസറീസിന് വേണ്ടിയിട്ട്, കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുട്ടിയുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ കടം വാങ്ങിയിരിക്കട്ടെ. അപ്പോൾ നിയമത്തിന് മുന്നിൽ ആ പണം തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ളൊരു ഒബ്ലിഗേഷൻ പേരൻസിന് വരത്തില്ല. അതായത് ദ പേരൻസ് ഓർ ഗാർഡിയൻ ഓഫ് എ മൈനർ മേ ഹാവ് നോ ഒബ്ലിഗേഷൻ ടു റീപേ മണി ബോറോഡ് ബൈ ദി മൈനർ. മൈനറിന് വേണ്ടത് മൈനറിൻ്റെ നെസസറീസിന് അല്ലെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയ പണമാണെങ്കിൽ നിയമത്തിന് മുന്നിൽ അത് തിരിച്ചു അടയ്ക്കേണ്ടുന്ന ഉത്തരവാദിത്തം പേരൻസിന് വരുന്നില്ല. It may be noted that the parents or guardian can be held liable when the minor child is acting as an agent of his parents or guardian. എന്നാൽ പേരൻസിന് വേണ്ടിയിട്ട് മൈനറാണ് വാങ്ങിച്ചുകൊണ്ട് വന്നെന്നിരിക്കട്ടെ. അപ്പോൾ ഒരു മൈനർ ഇപ്പോൾ പേരൻസിൻ്റെ ആവശ്യത്തിന് വേണ്ടി മൈനർ ഒരാളുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ പണം തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം പേരൻസിന് അല്ലെങ്കിൽ ഗാർഡിയനുണ്ട്. അപ്പം മൈനറിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പേരൻസ് പണം വാങ്ങുവാണ്, അതും അത്യാവശ്യം നെസസറീസിന് വേണ്ടിയിട്ടാണ് പേരൻസ് കടം വാങ്ങുന്നതെങ്കിൽ ആ പണം തിരിച്ചടയ്ക്കേണ്ടതായിട്ടൊരു ലീഗൽ ഒബ്ലിഗേഷൻ ഒന്നും തന്നെ പേരൻസ് ഉണ്ടായിരിക്കത്തില്ല. എന്നാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മൈനർ ഏജന്റായിട്ട് നിന്ന് പേരൻസിന് പണം കടം വാങ്ങിക്കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ പണം തീർച്ചയായിട്ടും പേരൻസ് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, തിരിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. അതിൽ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് പേരൻസിന് സാധിക്കത്തില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഈ പോയിന്റിൽ പറയുന്നുണ്ട്, അത് ശ്രദ്ധിച്ചോണം. മൈനറിൻ്റെ നെസസറീസിന് വേണ്ടിയിട്ട് പേരൻസ് കടം വാങ്ങുവാണെങ്കിൽ ആ കടം തിരിച്ചു കൊടുക്കേണ്ടതില്ല, അത് നിയമത്തിന് മുന്നിൽ പേരൻസിനൊരു ഇളവുണ്ട്. എന്നാൽ പേരൻസിന് വേണ്ടി മൈനർ ആളുടെ കയ്യിൽ നിന്നും പൈസ കടം കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ, കടമായിട്ട് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ പേരൻസ് ആ പണം തിരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ദെൻ ഇനി അടുത്ത ലാസ്റ്റ് പോയിന്റ് ആണ് പറയുന്നത് മൈനേഴ്സ് ലയബിലിറ്റി ഫോർ നെസസറീസ്.
According to section 68 of the Contract Act, if a person supplies necessary to a person who is incapable of entering into a contract, then he can claim reimbursement from the property of such incapable person. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു ഇൻകേപ്പബിൾ പേഴ്സൺസ് ആണ് ഈ പറഞ്ഞ മൈനർ, അൺസൗണ്ടഡ് മൈൻഡ് പേഴ്സൺസ്, ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ നെസസറീസ്, അത്യാവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പൈസ ഇവർക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുഡ്സ് ഒക്കെ സപ്ലൈ ചെയ്തു എന്നിരിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ആ സാധനത്തിൻ്റെ പൈസ അവരിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റില്ല. പക്ഷേ അവരുടെ പേരിൽ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഈടാക്കാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദ ലയബിലിറ്റി ഓഫ് മൈനർ ഈസ് നോട്ട് പേഴ്സണൽ, ദാറ്റ് ഈസ് ഹി ഈസ് നോട്ട് പേഴ്സണലി ലയബിൾ. It is only the property of minor who is liable for, which is liable for meeting the liability for necessary supplied to him. അതായത് ഇപ്പോൾ ഒരു മൈനർ 18 വയസ്സ് പൂർത്തിയാവാത്തൊരു കുട്ടി, ആ കുട്ടിക്ക് നമ്മൾ എന്തെങ്കിലും പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടൊക്കെ പൈസ ഒരുപാട് ചിലവാക്കി എന്നിരിക്കട്ടെ. അപ്പോൾ ആ ചിലവാക്കിയ പൈസ ആ കുട്ടി നമുക്ക് തിരിച്ചു തരണമെന്ന്, അല്ലെങ്കിൽ ആ കുട്ടി തിരിച്ചു തന്നേ പറ്റുമോ നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ കുട്ടി പേഴ്സണലി ലയബിൾ ഇല്ല, പക്ഷേ ആ കുട്ടിയുടെ പേരിൽ കുറച്ച് പ്രോപ്പർട്ടി ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് വേണം എന്ത് ചെയ്യാം, നമ്മൾ ചിലവാക്കിയ പൈസ നമുക്ക് ഈടാക്കാവുന്നതാണ്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കൂടുതൽ വ്യക്തമാവാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ പറയാം. A supplied B a minor with necessaries suitable to his condition in life. In this case, B is not personally liable to pay A for the goods supplied to him, but A can recover the amount from the property of B. അപ്പോൾ A എന്ന് പറയുന്ന ഒരു വ്യക്തി ബി എന്ന് പറയുന്ന മൈനറിന് അവരുടെ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കുറേ പൈസ ചിലവാക്കി. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന വ്യക്തി ബിയിൽ നിന്നും അയാളുടെ പ്രോപ്പർട്ടിയിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, ആ ചിലവാക്കിയ പൈസ റിക്കവർ ചെയ്യാം. പക്ഷെ പേഴ്സണലി ഞാൻ മുടക്കിയ പൈസ നിങ്ങൾ തിരിച്ചു തരണമെന്ന് അയാളുടെ പേഴ്സണലി നമുക്ക് അടുത്ത് പറയാൻ പറ്റത്തില്ല. പക്ഷെ അയാളുടെ പേരിൽ പ്രോപ്പർട്ടി വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈടാക്കാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ലയബിലിറ്റി ഫോർ നെസസറീസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു മൈനറുമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ ഉണ്ടാകുന്ന എഫക്റ്റുകൾ. അപ്പോൾ ഏകദേശം 12 പോയിന്റാണുള്ളത്. അപ്പോൾ ഓരോന്നിനും ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഒരു മൈനറുമായിട്ട് നമ്മൾ ഓരോ തരത്തിൽ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുമ്പോൾ അത് എങ്ങനെയാണ് എഫക്റ്റ് ആവുന്നത് എന്നാണ് ഈ 12 പോയിന്റുകളായിട്ട് പറയുന്നത്. നമ്മൾ ഇൻകോമ്പിറ്റൻറ്റ് പേഴ്സൺസിനകത്ത് രണ്ടാമത്തെ കാറ്റഗറിയാണ് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. അപ്പോൾ നമ്മൾ മൈനറും ആ മൈനേഴ്സുമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ ഉണ്ടാകുന്ന എഫക്ട്സ് ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡാണ്. ആരൊക്കെയാണ് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് കാറ്റഗറിയിൽ വരുന്നത്? അത് 3 വ്യക്തികളാണ് പറയുന്നത്. ഒന്ന് ഇഡിയറ്റ്സ്, ദെൻ ലുനാറ്റിക്സ്, ദെൻ ഡ്രങ്കൺ ഓർ ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺസ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഇഡിയറ്റ് എന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാവുന്നതാണ് ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജന്മന ബുദ്ധിക്ക് പ്രശ്നമുള്ള ആൾക്കാർ അല്ലേ, നല്ല രീതിയിൽ ചിന്തിക്കാനോ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനോ ചിന്തിക്കാനോ ഒക്കെ കഴിവില്ലാത്ത വ്യക്തികളാണ് ഇഡിയറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇഡിയറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നോക്കിയേ, അപ്പോൾ ആദ്യം നമുക്ക് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡിനെ പറ്റി ടെക്സ്റ്റിൽ പറയുന്ന കാര്യം നോക്കാം. ഇവിടെ പറയുന്നത് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് ഈസ് വൺ ഹു ഈസ് നോട്ട് ഓഫ് സൗണ്ട് മൈൻഡ്. നമുക്കറിയാം നല്ല രീതിയിൽ ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ മാനസികപരമായിട്ട് ആരോഗ്യമില്ലാത്ത വ്യക്തികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അൺസൗണ്ട് മൈൻഡഡ് പേഴ്സൺ എന്ന് പറയുന്നത്. The term sound mind for the purpose of contracting is defined in section 12 of the Contract Act. നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 12 പറയുന്നുണ്ട് ആരാണ് സൗണ്ട് മൈൻഡഡ് പേഴ്സൺ എന്നത്. നമുക്ക് ആ ഒരു ഡെഫിനിഷൻ നോക്കാം. എ പേഴ്സൺ ഈസ് സെഡ് ടു ബി ഓഫ് സൗണ്ട് മൈൻഡ് ഫോർ ദി പർപ്പസ് ഓഫ് മേക്കിംഗ് എ കോൺട്രാക്ട്. അതായത് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ടുള്ള ഒരു സൗണ്ട് മൈൻഡഡ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അറ്റ് ദ ടൈം വെൻ ഹി മേക്സ് ഇറ്റ് ഹി ഈസ് കേപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് ആൻഡ് ഫോമിങ് എ റാഷണൽ ജഡ്ജ്മെന്റ് ആസ് ടു ഇറ്റ്സ് എഫക്ട് അപ്പോൺ ഹിസ് ഇൻട്രസ്റ്റ്. അതായത് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് റാഷണലായിട്ട് ചിന്തിക്കാനും, അതായത് നല്ല രീതിയിൽ അതിനെ മനസ്സിലാക്കാനും, പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് പരസ്പരം മനസ്സിലാക്കി എടുക്കാനും, അതിനെ സ്വയമേ അത് റാഷണലായിട്ട് തിങ്ക് ചെയ്യാനും, അതുപോലെ തന്നെ അയാളുടെ താല്പര്യപ്രകാരവും ആ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറയണം. അങ്ങനെയുള്ള വ്യക്തികളെയാണ് നമ്മൾ സൗണ്ട് മൈൻഡഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഇനി ആരൊക്കെയാണ് അൺസൗണ്ടഡ് മൈൻഡ് പേഴ്സൺസ് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഫസ്റ്റ് പേഴ്സൺ ആണ് ഇഡിയറ്റ്സ്. ഇനി എന്താണെന്ന് നോക്കാം. An idiot is a person who has completely lost his mental faculties of thinking. അതായത് ചിന്തിക്കുക എന്ന കഴിവ് പൂർണ്ണമായിട്ടും ഇല്ലാത്ത വ്യക്തികളെയാണ് നമ്മൾ ഇഡിയറ്റ്സ് എന്ന് പറയുന്നത്.
സച്ച് എ പേഴ്സൺ ഈസ് കംപ്ലീറ്റ്ലി ഇൻകേപ്പബിൾ ഓഫ് ഫോമിങ് എ റാഷണൽ ജഡ്ജ്മെന്റ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു കാര്യത്തെയും ബുദ്ധിപരമായിട്ട് വിലയിരുത്താനുള്ള കഴിവ് ഇല്ലാത്തവരായിരിക്കും. പൂർണ്ണമായിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ചിന്തിക്കാനോ പറയുന്ന കാര്യങ്ങളെ ബുദ്ധിപരമായിട്ട് വിലയിരുത്താനോ കഴിവുള്ളവരല്ല. Then, an agreement with an idiot is absolutely void since he is a permanent natural fool. അവരെന്താണ്, ഫൂൾ എന്ന് നമുക്ക് പറയല്ലേ, നമ്മൾ മന്ദബുദ്ധികൾ എന്നൊക്കെ മലയാളത്തിൽ പറയുമല്ലോ. അങ്ങനെയുള്ള വ്യക്തികളെയാണ് നമ്മൾ ഇഡിയറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഇഡിയറ്റ്സുമായിട്ടുള്ള ഒരു എഗ്രിമെന്റും ഈ പറഞ്ഞത് കണക്ക് മൈനറിന്റെ കാര്യം പറഞ്ഞതുപോലെ തുടക്കത്തിൽ എന്തായിരിക്കും, വോയിഡ് ആയിരിക്കും. ആ എഗ്രിമെന്റിനെ ആരും നിയമം എന്ത് ചെയ്യത്തില്ല, എൻഫോഴ്സ് ചെയ്യത്തില്ല. ദെൻ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള വ്യക്തികളാണ് ലുനാറ്റിക്സ്. അപ്പം ഇഡിയറ്റ്സും ലുനാറ്റിക്സും രണ്ടും പറയുന്നത് മെന്റൽ ഫാക്കൽറ്റീസ് ഇല്ലാത്ത വ്യക്തികൾ, അല്ലെങ്കിൽ മെന്റൽ കേപ്പബിലിറ്റീസ് ഇല്ലാത്ത വ്യക്തികളാണ്. പക്ഷെ രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ജന്മന അവർക്ക് തിങ്ക് ചെയ്യാനുള്ള കഴിവില്ലാത്തവരാണ്. എന്നാൽ ലുനാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ചില പ്രത്യേക ഇൻസിഡന്റ് കാരണം, ചിലപ്പം എന്താണ് അത്ര അടുത്തുള്ള ഒരു വ്യക്തിയുടെ മരണം കാരണമൊക്കെ ചിലർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഷോക്കായിട്ട് മാനസികമായിട്ട് പ്രശ്നം വരുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള വ്യക്തികളെയാണ് നമ്മൾ ലുനാറ്റിക്സ് എന്ന് പറയുന്നത്. മാനസികമായിട്ടുള്ള ചില സമ്മർദ്ദം മൂലം, ചില ടെൻഷൻ കാരണമൊക്കെ മറവി വരികയോ അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് ചില ഷോക്കുകൾ, ചില വാർത്തകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അത് സഹിക്കാൻ പറ്റാതെ മാനസികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണ് നമ്മൾ ലുനാറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എ ലുനാറ്റിക് ഈസ് എ പേഴ്സൺ ഹൂസ് മെന്റൽ ഫാക്കൽറ്റീസ് ഓഫ് തിങ്കിങ് ആർ ഡിസോർഡർ ഡ്യൂ ടു സം മെന്റൽ സ്ട്രെയിൻസ് ഓർ സം അതർ റീസൺസ്. ചില കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചില മെന്റൽ സ്ട്രെയിൻസ് കാരണമൊക്കെ അവരുടെ തിങ്കിങ് കേപ്പബിലിറ്റീസിലുണ്ടാകുന്ന ഡിസോർഡർ, അങ്ങനെയുള്ള വ്യക്തികളെയാണ് നമ്മൾ ലുനാറ്റിക്സ് എന്ന് പറയുന്നത്. ബട്ട് ദി മെന്റൽ പവർ ഓഫ് സച്ച് എ പേഴ്സൺ മേ നോട്ട് ബി കംപ്ലീറ്റ്ലി ലോസ്റ്റ്. അതായത് അവരുടെ പൂർണ്ണമായിട്ടും അവരുടെ മെന്റൽ പവർ നഷ്ടപ്പെട്ടിട്ടുള്ള ആളല്ല. അവരെ നമുക്ക് ട്രീറ്റ് ചെയ്തൊക്കെ നേരെ കൊണ്ടുവരാൻ പറ്റുന്നവരാണ്. പക്ഷേ ഇഡിയറ്റ്സ് അങ്ങനെയല്ല. ഇഡിയറ്റ്സ് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ്ലി അവരുടെ തിങ്കിങ് കേപ്പബിലിറ്റീസ് നഷ്ടപ്പെട്ട ആളുകളെയാണ് നമ്മൾ ഇഡിയറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ലുനാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കംപ്ലീറ്റ്ലി അവരുടെ തിങ്കിങ് അല്ലെങ്കിൽ റാഷണൽ തിങ്കിങ് പവർ ഒന്നും നഷ്ടപ്പെട്ട ആളുകളല്ല. ചില സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചില മെന്റൽ സ്ട്രെയിൻസ് കൊണ്ടൊക്കെ അവർക്ക് അങ്ങനെ നഷ്ടപ്പെട്ട് പോയവരെയാണ് നമ്മൾ ലുനാറ്റിക്സ് എന്ന് പറയുന്നത്. The term lunacy denotes periodical insanity which lucid intervals, that is the period in which a person in his sense. ചിലപ്പോൾ മാത്രം അവർക്ക് എന്ത് ചെയ്യാം, ചിലപ്പം എന്താണ് ഓർമ്മ നഷ്ടപ്പെടും, ചിലപ്പോൾ അവർ നോർമൽ കേസ് ആയിരിക്കും, ചില സാഹചര്യങ്ങളിലൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളാണ് ലുനാറ്റിക്സ്. അങ്ങനെയുള്ളവരുടെ കൂടെയും നമുക്കൊരു എഗ്രിമെന്റിൽ ഏർപ്പെടാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ എഗ്രിമെന്റിൽ ഏർപ്പെടുമ്പോൾ അവർ മെന്റൽ നോർമൽ ആയിട്ടുള്ള അവസ്ഥയായിരിക്കും, ചിലപ്പോൾ പിന്നീട് അവർക്ക് മെന്റലി പ്രശ്നം വരും. അപ്പോൾ അങ്ങനെ ഡിസോർഡർ ആയിട്ടുള്ള ഒരു വ്യക്തികളായിരിക്കും. അങ്ങനെയുള്ളവരുമായിട്ട് നമ്മൾ എഗ്രിമെന്റിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് വോയിഡ് ആണ്. അപ്പം a lunatic can enter into a valid agreement during lucid intervals, that is during the period when he is of sound mind. അപ്പോൾ ഈ വ്യക്തികളുമായിട്ടുള്ള എഗ്രിമെന്റ് വോയിഡ് ആണ്. പക്ഷേ ഈ വ്യക്തികളുമായിട്ട് എഗ്രിമെന്റിൽ ഏർപ്പെടാം എപ്പോഴാണോ അവർക്ക് ആ ഒരു മെന്റലി അവർ നോർമൽ ആവുന്ന ആ ഒരു സമയം, ആ സമയത്ത് മാത്രം നമുക്ക് അവരുമായിട്ട് എഗ്രിമെന്റിൽ ഏർപ്പെടാം. അല്ലാത്തപ്പോൾ അവരുമായിട്ട് എഗ്രിമെന്റിൽ ഏർപ്പെടുകയാണെങ്കിൽ അതെന്തായിരിക്കും, വോയിഡ് ആയിരിക്കും. An agreement with a lunatic for necessaries are valid, but the lunatic is not personally liable for necessaries supplied to him. Only the properties of lunatic is liable. അതുപോലെ തന്നെ ഇപ്പോൾ ലുനാറ്റിക് പേഴ്സൺ ആയാലും മൈനർ ആയാലും അവർക്കെല്ലാം ജീവിതത്തിൽ അത്യാവശ്യം വേണ്ടുന്ന കാര്യമുണ്ടല്ലോ, ഫുഡ്, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ, വസ്ത്രം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള എഗ്രിമെന്റിൽ അവർക്ക് ഏർപ്പെടാം, നെസസറീസിലായിട്ടുള്ള എഗ്രിമെന്റിൽ ഏർപ്പെടാം. നേരത്തെ മൈനറിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു ലുനാറ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉണ്ടാവുന്ന ചിലവുകൾ നമ്മൾ ആ കുട്ടിയിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. ആ കുട്ടിയുടെ പേരിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. ഒരിക്കലും പേഴ്സണലി ആ പൈസ ഈ കുട്ടിയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അതാണ് ലുനാറ്റിക്സ്. ദെൻ ലാസ്റ്റ് അൺസൗണ്ടഡ് മൈൻഡഡ് കാറ്റഗറിയിൽ വരുന്ന ലാസ്റ്റ് പേഴ്സൺ ആണ് ഡ്രങ്കൺ അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോൾ നോക്കിയാലും മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുന്ന വ്യക്തികൾ. ആ വ്യക്തികളുമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. അപ്പം നോക്കാം. എ ഡ്രങ്കൺ പേഴ്സൺ ഈസ് വൺ ഹു ഈസ് സോ ഡ്രങ്ക് ഓർ ഇൻടോക്സിക്കേറ്റഡ് ദാറ്റ് ഹി ഈസ് ഇൻകേപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ദ ടേംസ് ഓഫ് എഗ്രിമെന്റ് ആൻഡ് ടു ഫ്രം എ റാഷണൽ ജഡ്ജ്മെന്റ് ആസ് ടു ദി എഫക്ട് ഓഫ് ദി ടേംസ് ഓഫ് ദി എഗ്രിമെന്റ്. നമ്മുടെ എഗ്രിമെന്റിൽ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പോലും ബോധമില്ലാതെ മദ്യപിച്ച് നടക്കുന്ന വ്യക്തികൾ, അവരുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എഗ്രിമെന്റിൽ ഏർപ്പെടാൻ പറ്റത്തില്ല. Such a persons fall in the same category as that of persons of unsound mind. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ ഈ അൺസൗണ്ട് മൈൻഡിനകത്താണ് പറയുന്നത്. കാരണം അവർക്ക് എപ്പോഴും ബോധരഹിതമായിട്ട് ഉള്ളൊരു അവസ്ഥയായിരിക്കും. അതുകൊണ്ടാണ് അവരെ നമ്മൾ അൺസൗണ്ട് മൈൻഡഡ് പേഴ്സൺസ് എന്ന കാറ്റഗറിയിൽ പറയുന്നത്.
An agreement made during such drunken or intoxicated persons is absolutely void. അവരുമായിട്ടുള്ള എഗ്രിമെന്റ് എന്ത് തന്നെയാണ്? void തന്നെ ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡിനകത്ത് വരുന്നത്. അതായത് 3 കാറ്റഗറീസ് ഓഫ് പേഴ്സൺസ് ആണ്. ഇഡിയറ്റ്സ് വരും, ലുനാറ്റിക്സ് വരും, ഡ്രങ്കൺ ഓർ ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺസ് വരും. ഈ 3 കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ നെസസറീസ് ആണെങ്കിൽ, അത്യാവശ്യ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അവരുമായിട്ട് എഗ്രിമെന്റിൽ ഏർപ്പെടാം. പക്ഷെ അവരുടെ അടുത്ത് പേഴ്സണലി ആ പൈസ തിരിച്ചു വാങ്ങാനുള്ള റൈറ്റ്സ് നമുക്കില്ല. അവർക്ക് പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഈടാക്കാവുന്നതാണ്. ഈ 3 പേരുമായിട്ടുള്ള എഗ്രിമെന്റ് എന്ത് തന്നെയാണ്? വോയിഡ് തന്നെ ആയിരിക്കും. അതാണ് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത 3ാമത്തെ കാറ്റഗറിയാണ് ഇൻകോമ്പിറ്റന്റ് പേഴ്സൺസിൽ വരുന്ന 3ാമത്തതും ലാസ്റ്റുമായിട്ടുള്ള കാറ്റഗറിയാണ് പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. നിയമപരമായിട്ടും ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികൾ. അവരെ നമ്മൾ 5 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് അലൈൻ എനിമീസ്, ദെൻ ഫോറിൻ സോവറിയൻ അംബാസിഡേഴ്സ് ആൻഡ് ഡിപ്ലോമാറ്റിക് സ്റ്റാഫ്, ദെൻ ഇൻസ്റ്റോൾമെന്റ്സ്, കോൺവിക്ട്സ്, ദെൻ കോർപ്പറേഷൻസ് ആൻഡ് കമ്പനീസ്. ഇത്രയും വ്യക്തികളാണ്. അപ്പം ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് അലൈൻ എനിമീസ് ആണ്. അലൈൻ എനിമീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അലൈൻ, ആദ്യം അലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറിനേഴ്സിനെയാണ് നമ്മൾ അലൈൻ എന്ന് പറയുന്നത്. അവർ നമ്മുടെ ഫ്രണ്ടും ആവാം, എനിമി ആവാം. അപ്പം അലൈൻ ഫ്രണ്ട് എന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ നമ്മുടെ രാജ്യവും ഇപ്പം മറ്റൊരു രാജ്യവും, ആ രാജ്യങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു വ്യക്തിക്ക് ആ രാജ്യത്തുള്ള വ്യക്തിയുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. എന്നാൽ നമ്മളുടെ രാജ്യവും ആ രാജ്യവും തമ്മിൽ വാർ വല്ലതും ഡിക്ലെയർ ചെയ്തെന്നിരിക്കട്ടെ, അങ്ങനെ വരുവാണെങ്കിൽ ആ രാജ്യം നമ്മളുടെ അലൈൻ എനിമി ആയിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവർ തമ്മിലുള്ള നമ്മുടെ രാജ്യത്തുള്ള വ്യക്തിയും ആ രാജ്യത്തുള്ള വ്യക്തിയും നമ്മളുടെ കോൺട്രാക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം അവർ നമ്മുടെ എനിമി ആയി കഴിഞ്ഞു. അങ്ങനെയുള്ളതാണ് നമ്മുടെ അലൈൻ എനിമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. അപ്പോൾ അലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറിനർ ആണ് അല്ലേ? ഏത് രാജ്യത്തെ, ഇപ്പം നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യക്കാരനെ സംബന്ധിച്ച് മറ്റ് രാജ്യങ്ങളിലുള്ള ആൾക്കാരെയാണ് നമ്മൾ അലൈൻ എന്ന് പറയുന്നത്. ഹി മേ ബി എയ്തർ, അതെന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞതുപോലെ അലൈൻ ഫ്രണ്ടും ആവാം, അലൈൻ എനിമി ആവാം. If the sovereign or the state of the alien is at peace with the country of his stay, he is an alien friend. ഞാൻ പറഞ്ഞ പോലെ യുദ്ധമൊന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല, സമാധാനമായ ഒരു അന്തരീക്ഷത്തിലാണ് രാജ്യങ്ങൾ തമ്മിൽ പോകുന്നതെങ്കിൽ ആ രാജ്യവും എന്തായിരിക്കും? നമ്മുടെ രാജ്യത്തിൻ്റെ അലൈൻ ഫ്രണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. എന്നാൽ വാർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറി? പിന്നീട് ആ ഒരു രാജ്യം നമ്മളുടെ അലൈൻ എനിമി ആയിട്ട് മാറും. അപ്പം an alien friend living in India is competent to contract with any Indian citizen. അപ്പോൾ ഒരു അലൈൻ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു രാജ്യത്തെ ഏതൊരു വ്യക്തിക്കും ഇന്ത്യയിലുള്ള ഏത് വ്യക്തിയുമായിട്ടും കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കും. On the declaration of the war between the country of an alien and the Union of India, he becomes an alien enemy and of the contract with him are governed by the following rules. ഇനി അഥവാ നമ്മൾ എന്താണ് വാർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു രാജ്യത്തൊരു വ്യക്തിയുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 2 നിയമങ്ങൾ നമ്മൾ പാലിച്ചേ പറ്റും. അതെന്താണെന്ന് നോക്കാം. ഒന്ന്, ഡ്യൂറിങ് വാർ ബിറ്റ്വീൻ 2 countries an alien enemy cannot enter into a contract with an Indian citizen. വാർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിൽ, ഫോർ എക്സാമ്പിൾ ഇന്ത്യയും പാകിസ്ഥാനും തന്നെ ഇരിക്കട്ടെ, ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വാർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല? നമ്മളുടെ ഇന്ത്യയിലുള്ള ഒരു വ്യക്തിക്ക് പാകിസ്ഥാനുള്ള ആ വ്യക്തിയുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പിന്നെ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് സാധിക്കില്ല. കാരണം വാർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. He is also disqualified from suing in an Indian court. അപ്പം ഇന്ത്യൻ കോർട്ടിൽ നിന്നും അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. He can do so only if he obtained the prior approval from the central government. ഇനി അഥവാ അയാളുമായിട്ട് എഗ്രിമെന്റിൽ ഏർപ്പെടണം എന്നുണ്ടെങ്കിൽ പ്രയർ എഗ്രിമെന്റ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും മുൻകൂട്ടി നമ്മൾ സാങ്ഷൻ വാങ്ങിച്ചിരിക്കണം. Thus, any contract made by an alien enemy during the continuance of the war and without the approval from central government is enforced. അപ്പം നമ്മൾ ഒരിക്കലും ഒരു അലൈൻ എനിമി ആയിട്ട് നമുക്ക് ഒരിക്കലും എഗ്രിമെന്റിൽ ഏർപ്പെടാൻ പറ്റില്ല. അഥവാ എഗ്രിമെന്റിൽ ഏർപ്പെടുക ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അയാളുമായിട്ട് എഗ്രിമെന്റിൽ ഏർപ്പെടണം എന്നുണ്ടെങ്കിൽ മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു അപ്രൂവൽ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും ഇന്ന രാജ്യത്തുള്ള ഇന്ന വ്യക്തിയുമായിട്ടുള്ള എഗ്രിമെന്റ് നടക്കാൻ പോവാണ് അല്ലെങ്കിൽ നടത്താൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളൊരു പ്രയർ സാങ്ഷൻ വാങ്ങിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എഗ്രിമെന്റിൽ ഏർപ്പെടാൻ പറ്റും. അപ്പം അലൈൻ എനിമി ആണെങ്കിൽ ഈ ഒരു മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യണം? അപ്രൂവ് വാങ്ങിച്ചിരിക്കണം. രണ്ടാമത്തെ റൂള് പറയുന്നത് ദി കോൺട്രാക്ട് മെയ്ഡ് ബിഫോർ ദി ഡിക്ലറേഷൻ ഓഫ് വാർ ആർ എയ്തർ ടെർമിനേറ്റഡ് ഓർ സസ്പെൻഡ് ഡ്യൂറിംഗ് ദി കണ്ടിന്യൂസ് ഓഫ് ദി വാർ. ദ സ്റ്റേഡ് ഓർ സസ്പെൻഡ് കോൺട്രാക്ട് മേ ബി പെർഫോംഡ് ആഫ്റ്റർ ദി വാർ ഈസ് ഓവർ. ഇനി നമ്മൾ
രണ്ട് ഇന്ത്യയിലുള്ളൊരു വ്യക്തിയും പാകിസ്ഥാനിലുള്ളൊരു വ്യക്തിയും തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു എന്നിരിക്കട്ടെ. ഏർപ്പെട്ട് ഒരു നമ്മൾ എഗ്രിമെൻ്റ് ഏർപ്പെട്ട് കഴിഞ്ഞ് ടെൻഡർ ചെയ്തതിന് ശേഷമാണ് ബാർ ഡിക്ലെയർ ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ വെച്ച് ആ ഒരു എഗ്രിമെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുക. എപ്പോഴാണോ ബാർ അവസാനിക്കുന്നത് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. But if the government thinks that performance of such a contract is against the national interest, then they will be terminated. ഇനി നമ്മൾ ആ സ്റ്റോപ്പ് ചെയ്ത ആ ഒരു കോൺട്രാക്റ്റ് വാറിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. അപ്പം ഗവൺമെൻറ്റിന് ആ ഒരു എഗ്രിമെൻറ്റിനകത്ത് എന്തെങ്കിലും നമ്മുടെ രാജ്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എഗ്രിമെൻ്റ് ഒക്കെ ആണ് എന്ന് ഗവൺമെൻറ്റിന് വല്ല സംശയം തോന്നുവാണെങ്കിൽ അവിടെ വെച്ച് തന്നെ ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യേണ്ടതാണ്. അത് പിന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം വാറിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കോൺട്രാക്റ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ദെൻ വാറിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി ഗവൺമെൻറ്റിന് എന്തെങ്കിലും ഈ ഒരു കോൺട്രാക്റ്റിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉള്ളതായിട്ട് തോന്നുവാണ്, ഗവൺമെൻറ്റിന് ആ ഒരു കോൺട്രാക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ആദ്യത്തെ കേസിൽ പറഞ്ഞ എന്താണ്? രണ്ടുപേര് നമ്മൾ വാർ ഡിക്ലെയർ ചെയ്തു, അതിന് ശേഷമാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രയർ സാങ്ഷൻ വാങ്ങിച്ചിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് അലൈൻ എനിമിക്കകത്ത് ശ്രദ്ധിക്കേണ്ടത്. ദെൻ രണ്ടാമത് പറയുന്നത് ഫോറിൻ സോവേറിയൻ അംബാസിഡേഴ്സ് ഓർ ഡിപ്ലോമാറ്റിക് സ്റ്റാഫ്. ഇവിടെ ഇത് തന്നെയാണ് പറയുന്നത്. സച്ച് പേഴ്സൺസ് ക്യാൻ എൻ്റർ ഇൻ ടു ബാരൽ കോൺട്രാക്ട് ആൻഡ് ക്യാൻ എൻഫോഴ്സ് ദം ഇൻ ഇന്ത്യൻ കോൺട്രാക്ട്. ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ കണക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇന്ത്യൻ കോർട്ടിൽ നിന്ന് ഇന്ത്യൻ കോർട്ടിൽ അംഗീകാരം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും ഇന്ന വ്യക്തിയുമായിട്ട് നമ്മൾ എഗ്രിമെൻറ്റിൽ ഏർപ്പെടാൻ പോകുന്നു എന്നുള്ള പ്രയർ സാങ്ഷൻ വാങ്ങിച്ചിരിക്കണം. ഇനി എക്സ് കിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്ത് പഴയ രാജാവൊക്കെയാണ്, അവരുമായിട്ടാണ് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രയർ സാങ്ഷൻ വാങ്ങിച്ചിരിക്കണം. എന്നാൽ അടുത്തയാണ് ഇൻസോൾവെൻറ്റ്. വെൻ എ പേഴ്സൺ ഹാസ് ഇൻക്വയർഡ് മോർ ലൈബിലിറ്റി. നമുക്കറിയാം ഇൻസോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് നമ്മുടെ കയ്യിലുള്ള അസറ്റിനേക്കാൾ കൂടുതൽ ലൈബിലിറ്റി ഉള്ള വ്യക്തികളെയാണ് നമ്മൾ ഇൻസോൾവെൻ്റ് എന്ന് പറയുന്നത്. അതായത് സ്വന്തം കടം തീർക്കാനുള്ള ഒരു ആസ്തി ഇല്ലാത്ത വ്യക്തി. അപ്പോൾ ഇവിടെ പറയുന്നത് മോർ ലൈബിലിറ്റി ദാൻ ഹിസ് അസറ്റ് ആൻഡ് ഹിസ് നോട്ട് ഏബിൾ ടു റീപേ ദി ഡെപ്റ്റ്. സ്വന്തം കടം തിരിച്ചടയ്ക്കാൻ യാതൊരു നിവൃത്തിയില്ല. കാരണം കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ കടമാണ് എന്നുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരും. അങ്ങനെ വരുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻസോൾവെൻ്റ് എന്ന് പറയുന്നത്. As per law of insolvency, an insolvent cannot enter into a contract relating to his property. However, this disqualification of the insolvent is removed when the court passed an order of discharge. അപ്പം നമുക്കറിയാം ഒരു വ്യക്തി ഇൻസോൾവെൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്ന എപ്പോഴും കോടതിയാണ്. അപ്പം ഇൻസോൾവെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരാളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റത്തില്ല. ഇനി എപ്പോഴാണോ ഈ ഒരു ഇൻസോൾവെൻ്റ് എന്ന് പറയുന്ന ആ ഒരു കോടതി എടുത്തു മാറ്റുന്നത്, അയാളെ ഇൻസോൾവെൻ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത് നിന്നും അയാളെ എപ്പോഴാണോ കോടതി ഡിസ്ചാർജ് ചെയ്യുന്നത്, അത് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റും. അപ്പോൾ ഇൻസോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ പാപ്പരാക്കി കഴിഞ്ഞാൽ അയാളെ എന്ത് ചെയ്യാൻ പറ്റും? എഗ്രിമെൻറ്റിൽ ഏർപ്പെടുത്താൻ പറ്റത്തില്ല. ആ ഒരു ഇൻസോൾവൻസിൽ നിന്ന് അയാളെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് എഗ്രിമെൻറ്റിൽ ഏർപ്പെടാൻ പറ്റത്തുള്ളൂ. ദെൻ അടുത്തയാണ് കോൺവിക്ട്സ് എന്ന് വെച്ചാൽ കുറ്റവാളികൾ. A convict when undergoing imprisonment is incapable of entering into a contract. അപ്പോൾ നമ്മുടെ ഇൻസോൾവെൻ്റ് കാര്യം പറഞ്ഞ പോലെ ഒരു കുറ്റവാളിക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റത്തില്ല. But when he is pardoned or the sentence expires, he becomes capable of entering into a contract. അയാൾക്ക് മാപ്പ് കൊടുത്ത് കോടതി വെറുതെ വിടണം. കുറ്റവാളിയിൽ നിന്ന് അയാൾ മോചിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാളെ കുറ്റവാളി എന്നുള്ള ആ ഒരു ഇത് മാറി അയാളെ മോചിപ്പിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാം? കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കും. അപ്പം ഈ ഒരു ആ കുറ്റവാളി ആയിരിക്കുന്ന അത്രയും കാലം അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കോൺട്രാക്റ്റിലൊന്നും ഏർപ്പെടാൻ പറ്റത്തില്ല. Then last point ആണ് corporations and companies. A corporation or company is an artificial persons created by law. നമുക്കറിയാം കോർപ്പറേഷൻ എന്ന് പറയുന്നതും കമ്പനി എന്നൊക്കെ പറയുന്നത് നിയമം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറേ ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് ആണ്. ഇറ്റ് ഹാസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ലീഗൽ എൻറ്റിറ്റി അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. ഇപ്പം നമുക്കറിയാം നമ്മൾ കമ്പനിയൊക്കെ പഠിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട് ലീഗൽ എൻറ്റിറ്റി എന്ന്, അല്ലേ? ഒരു വ്യക്തിയിൽ നിന്നും മാറി ഒരു പേഴ്സണലായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായിട്ടൊരു കേപ്പബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു സ്ഥാനം ഉള്ളതാണ് എന്തെന്ന് പറയുന്നത് കമ്പനി എന്നൊക്കെ പറയുന്നത്. അപ്പം വ്യക്തികളിൽ നിന്നും സ്വന്തമായിട്ട് ലീഗൽ എൻറ്റിറ്റി ഉള്ളതാണ് എന്ത്? കമ്പനീസ് എന്ന് പറയുന്നത്. ഇറ്റ് എക്സിസ്റ്റ് ഇൻ ദ ഐസ് ഓഫ് ലോ ദോ ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ ഷേപ്പ് ഓഫ് ഫോം. എന്നാൽ നിയമത്തിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ ഇതിൻ്റെ ഫിസിക്കൽ ഷേപ്പ്, ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അയാൾക്കൊരു ഫിസിക്കൽ ഷേപ്പ് ഉണ്ട്. ഇതൊരു കമ്പനി എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ ഷേപ്പോ ഫോമോ ഒന്നും തന്നെ ഇല്ല.
It may come into existence by a special act or by registration under the Companies Act 1956. നമുക്കൊരു കമ്പനി എന്ന് പറയുമ്പോൾ കമ്പനീസ് ആക്ട് 1956 പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. So the contractual capability of a company is limited by the statute governing it, and it is regulated by the provisions of the Companies Act and the terms of Memorandum of Association. Thus, a contract entered into by a company will be valid only if it is made within the power of conferred by the Companies Act or Memorandum of the Association, as the case may be. Any act done in excess of powers is ultra vires and hence void. അപ്പം ഒരു കമ്പനി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടണമെങ്കിൽ അതിൻ്റെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് പറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷനകത്ത് പറഞ്ഞിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ കമ്പനിയുമായിട്ട് നമുക്ക് എഗ്രിമെൻറ്റിൽ ഏർപ്പെടാൻ സാധിക്കത്തുള്ളൂ. ഇതേപോലെ തന്നെയാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതും ഈ പറഞ്ഞ കണക്ക് എന്താണ്, ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാൻ, സ്വന്തം പേരിൽ പ്രോപ്പർട്ടികൾ വാങ്ങിക്കാൻ സാധിക്കും, പിന്നെ പ്രോപ്പർട്ടീസ് വാങ്ങാനും വിൽക്കാനും സാധിക്കും, സ്വന്തം പേരിൽ പ്രോപ്പർട്ടീസുകൾ കയ്യിൽ വെക്കാനായിട്ട് അവകാശമുണ്ട്. എന്നാൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് സാധിക്കത്തില്ല. കാരണം പേഴ്സണൽ നേച്ചർ അല്ല, ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരു നേച്ചർ, ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന നേച്ചർ അല്ല കമ്പനിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിക്ക് സ്വയമേ തീരുമാനം എടുക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല. ഇത്രയുമാണ് നമ്മുടെ പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോയിൽ പറയുന്നത്. അപ്പം അലൈൻ എനിമി, അപ്പം ഇവർക്കൊക്കെ ഈ പറയുന്ന അലൈൻ എനിമി ആയാലും ഫോറിൻ സോവറിൻ ഇൻസോൾവെന്റ് ഈ പറയുന്നവർക്കൊക്കെ കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. എപ്പോഴാണ്? അലൈൻ എനിമി ആണെങ്കിലും ഫോറിൻ സോവറിൻ ആണെങ്കിലും പ്രയർ സാങ്ഷൻ വാങ്ങിച്ചിരിക്കണം. ഇൻസോൾവെന്റ് കോൺവിറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ആ ഒരു ഇൻസോൾവെന്റ് അല്ലെങ്കിൽ കോൺവിറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റും. ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റത്തില്ല. ദെൻ കോർപ്പറേഷൻ ആൻഡ് കമ്പനീസ് എന്ന് പറയുമ്പോൾ അവർക്ക് പേഴ്സണൽ നേച്ചർ അല്ല, ഒരു വ്യക്തിയുടെ നേച്ചർ അല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് കോൺട്രാക്റ്റ് ഏർപ്പെടാൻ പറ്റത്തില്ല എന്ന് കരുതി അവർക്ക് എന്ത് ചെയ്യത്തില്ല? പ്രോപ്പർട്ടി വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ പ്രോപ്പർട്ടി സ്വന്തം പേരിൽ ഹോൾഡ് ചെയ്യുന്നതിനൊന്നും യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഇത്രയും കാര്യങ്ങളാണ് കപ്പാസിറ്റി കോൺട്രാക്റ്റിൽ പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയുന്നത്. എങ്ങനത്തെ വ്യക്തികൾക്കാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുന്നത്, ഏതൊക്കെ വ്യക്തികൾക്കാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റാത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ മൊത്തത്തിൽ പറയുന്നത്.